അടുത്തൊരു ഡെലിവറിക്ക് ഭയങ്കര കോപ്പറേറ്റീവ്, ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഒരു ഹസ്ബൻഡ് നിന്ന് ഡെലിവറി കഴിഞ്ഞു, സ്യൂച്ചറിങ് ഒക്കെ സ്റ്റിച്ചെല്ലാം കഴിഞ്ഞ് ആളെ റിലാക്സ് ചെയ്തിട്ട് പുറത്തു പോയിട്ട് പുള്ളിയുടെ അമ്മേനെ കയറി കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഒരു 7 monthsലൊക്കെ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. എനിക്കൊരു കുഞ്ഞ് വേണം എന്നാ തോന്നല്ല, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ വന്നു കഴിയുമ്പോൾ ആ കപ്പിള് ചെന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. 35 വയസ്സിന് മേലെ ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കോഷ്യസ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നുള്ളതാണ്. അല്ലാതെ എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. പറയൂ. ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ അവർക്ക് ചുറ്റുമുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രസവം എന്ന പ്രക്രിയ എത്ര സങ്കീർണമാണ്? അത് ഹോസ്പിറ്റലിൽ നടത്തേണ്ട ആവശ്യകത എന്താണ്? ഗർഭധാരണത്തെക്കുറിച്ചും പ്രസവത്തെക്കുറിച്ചും ഇനി നമുക്ക് അല്പസമയം സംസാരിക്കാം. ഞാൻ അലീന. എനിക്കൊപ്പമുള്ളത് 2 പ്രഗത്ഭരായ ഗൈനക്കോളജിസ്റ്റുമാരാണ്, ഡോക്ടർ മധുജ, ഡോക്ടർ സ്മിത. നമസ്കാരം. ആദ്യം തന്നെ എൻ്റെ പ്രധാനപ്പെട്ട സംശയമാണ്, ഈ ഗർഭിണിയായി എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും അറിയാൻ പറ്റുക? നമ്മുടെ ഒരു ആകുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റുമോ? നമ്മുടെ ബോഡി കാണിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? യൂഷ്വലി ഇപ്പം എന്ന് വെച്ചാൽ പീരീഡ് മിസ്സായ ഉടനെ ആൾക്കാർ അപ്പം തന്നെ കിട്ടെടുത്ത് ഹോം ടെസ്റ്റ് ചെയ്ത് നോക്കും. യൂഷ്വലി പ്രഗ്നൻസി ഇനീഷ്യൽ സ്റ്റേജിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ ചിലപ്പോൾ ഫീൽ ചെയ്യാം. മെയിൻ തിങ് മേ ബി ഇപ്പോൾ പീരിയഡ്സ് ആവും എന്നുള്ളൊരു ക്രാംപ്സ് പോലത്തെ ഒരു പെയിൻ ചിലപ്പോൾ ഫീൽ ചെയ്യാം. ചെറിയ ബാക്ക് പെയിൻ ഉണ്ടാവാം. പിന്നെ ഒരു ബ്ലോട്ടിങ് പ്രോബ്ലം, ഗ്യാസ് കയറുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജ്. ബ്രസ്റ്റിൽ ചിലപ്പോൾ പെയിൻ ഫീൽ ചെയ്യാം. പീരീഡ് മിസ്സായിട്ട് ഇതെല്ലാം ഉണ്ടെന്നാണെങ്കിൽ ഫസ്റ്റ് തിങ് യൂഷ്വലി അങ്ങനെ സിംറ്റംസ് വന്നിട്ട് ചെക്ക് ചെയ്യുന്ന ആൾക്കാർ തീരെ കുറവാണ്. ഇപ്പം യൂഷ്വലി പീരീഡ് മിസ്സായ ഉടനെ ഇല്ലെങ്കിൽ ഒരു 2 ദിവസം മുമ്പേ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇതിപ്പോൾ ഭയങ്കര ഈസി ആണല്ലേ, പഴയ പോലെ ടെസ്റ്റിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പീരിയഡ്സ് മിസ്സായി 15 ദിവസം കഴിയണം, അങ്ങനെ ഒരു കണക്കുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. അപ്പം എല്ലാവർക്കും അറിയാം, നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഈവൻ പീരിയഡിൻ്റെ ഡേറ്റിന് മുന്നേ തന്നെ അങ്ങനെ ചെയ്തു വരുന്ന പേഷ്യൻസും ഉണ്ട്. ഡോക്ടറെ എനിക്ക് അങ്ങനെ ഒരു ഛർദ്ദിക്കാൻ വരുന്ന പോലെ ഒരു തോന്നൽ, ഒരു അസ്വസ്ഥത, അപ്പം അതുകൊണ്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. സോ അത് പോസിറ്റീവായി. അപ്പം ഡേറ്റ് ആക്ച്വലി മിസ് ചെയ്യാൻ പോലും കാത്തു നിൽക്കാതെ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് പീരിയഡ്സ് റെഗുലർ ആണെങ്കിലാണ് ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നത്. ഇപ്പൊ പീരിയഡ്സ് കറക്റ്റ് അല്ലാത്തവരും മിസ്സായി പോകുന്നവരും ഉണ്ട്. ഒരു 7 monthsലൊക്കെ പ്രഗ്നൻസി ആണെന്ന് അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും കാലം പീരിയഡ്സ് അവര് എപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം മാസങ്ങളോളം പീരിയഡ്സ് വരാത്ത ആൾക്കാരായിരിക്കും. അപ്പൊ ഇവർക്ക് ഈ ഗർഭകാല പരിചരണം എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധ, കുഞ്ഞൊക്കെ ഹെൽത്തി ആയിരിക്കും ഉണ്ടാവുന്ന മീൻസ് ഇങ്ങനെയുള്ള കേസുകളിൽ? സാധാരണ ഇതിൽ നമ്മൾ നോക്കുമ്പം വലിയ പ്രശ്നങ്ങളില്ലാതെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഫോളിക് ആസിഡ് മിസ്സായി പോയിട്ടുണ്ടാവും ചിലപ്പം. നടത്താനും പറ്റില്ല. മറ്റേ നമ്മുടെ ജനറ്റിക് സ്ക്രീനിങ് ടെസ്റ്റുകൾ അതൊക്കെ ചിലപ്പോൾ മിസ്സായി പോയിട്ടായിരിക്കും എത്തുക. ശരി. അപ്പൊ ഇതത് വയറൊക്കെ ആയി കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുക. അനക്കമൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിലർക്ക് അപ്പോഴും മനസ്സിലാവാത്തവരുണ്ട്. വയറ് വീർക്കുന്നത് എന്തോ വണ്ണം വെച്ചതുകൊണ്ട് വയറ് വീർക്കുന്നു എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്, അത് അറിഞ്ഞിട്ട് വരുന്നവര്. പക്ഷെ അതിലൊരു റിസ്ക് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മൾ പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിലൊക്കെ കേസ് കാണുമ്പോൾ, കാരണം തീരെ പാവപ്പെട്ട പേഷ്യൻസ് ആണല്ലോ, അപ്പൊ അവര് ചിലപ്പം ഈ കുഞ്ഞിന് എന്തെങ്കിലും ഒരു വൈകല്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പം മിസ്സായി പോകുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നമുക്കതൊരു സങ്കടമുള്ള ഒരു ഇതാണ്. പക്ഷെ അങ്ങനെയും വരാം. ശരിക്കും ഇങ്ങനത്തെ വാർത്തകളൊക്കെ കാണുമ്പോഴേ അറിഞ്ഞിരുന്നില്ല, ഗർഭിണിയായത് അറിഞ്ഞിരുന്നില്ല, മാതാപിതാക്കൾ, ഇപ്പം നമുക്കൊരു അത്ഭുതമാണ് ശരിക്കും ഇതിങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത്. അപ്പം അങ്ങനെ സംഭവിക്കാം, ശരിക്കും അങ്ങനെ സംഭവിക്കാം. എനിക്ക് നേരിട്ടറിയാവുന്ന കുറച്ചധികം ആൾക്കാർ പ്രഗ്നൻസി ടൈമിൽ ഡയബറ്റിക്സ് ആയവരുണ്ട്. അതിനുശേഷം അതായത് മാറാതെ ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വന്നവരുണ്ട്. അതിങ്ങനെ ഒരു റിസ്ക് ഉണ്ടോ ശരിക്കും പ്രഗ്നൻസിയിൽ? റിസ്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഫാമിലിയിൽ ഈ പറഞ്ഞ പ്രമേഹം വരാനുള്ള റിസ്ക് ഉണ്ട്. ഇപ്പൊ അച്ഛനമ്മമാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇവർക്ക് പ്രഗ്നൻസിയിൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പം ഇപ്പം പാരൻസിന് വളരെ യങ് ആയിരിക്കുമ്പോൾ തന്നെ വന്നിട്ടുള്ള ഡയബറ്റീസ് ആണെങ്കിൽ ഒരുപക്ഷെ ഇവർക്കും പ്രഗ്നൻസി കഴിയുമ്പം അത് ആ ഡയബറ്റിക് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം. വളരെ അപൂർവമാണ് അതങ്ങനെ വരുന്നത്, പക്ഷേ വരാം. അതെന്തുകൊണ്ട് ഈ പ്രമേഹം ഈ സമയത്തുണ്ടാകും? നമ്മൾ ഭക്ഷണ രീതി കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ? അത് ആ പ്രഗ്നൻസിയുടെ ഹോർമോൺ കൊണ്ടാണ്. നമ്മുടെ പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ ഒരുപാട് ഹോർമോണുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്, പ്ലസന്റ് മറുപുള്ളിൽ നിന്നൊക്കെ വരുന്ന ഹോർമോൺസ്. അപ്പോൾ ആ ഹോർമോൺസിന്റെ എഫക്റ്റ് കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ആ ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസത്തിൽ മാറ്റം വരുന്നു. അപ്പോൾ അതായത് അത് ശരിക്കും പറഞ്ഞാൽ നേച്ചറിന്റെ ഒരു മെക്കാനിസം ആണ്. കാരണം കുഞ്ഞിന് കൂടുതൽ എനർജി കിട്ടണം, അപ്പോൾ ആ ഗ്ലൂക്കോസ് മെറ്റബോളിസം ഒക്കെ കുറച്ച് സ്ലോ ആക്കുന്നതാണ്. പക്ഷെ ചില
ചിലവർക്ക് അത് അഡ്വേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്ത് പോണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുതൽ കാണിക്കുന്നു. അപ്പോൾ ആ പ്രഗ്നൻസിയുടെ ഒരു ചേഞ്ച് കൊണ്ട് വരുന്നതാണ് ഈ ഡയബറ്റിക് കണ്ടീഷൻ. മിക്കപ്പോഴും അത് ഡെലിവറി കഴിയുമ്പോൾ ഷുഗേഴ്സ് നോർമൽ ആവാറുണ്ട്. ബട്ട് എന്നാലും നമ്മളൊരു 6 വീക്സ് കഴിയുമ്പോൾ ഒന്നും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഷുഗർ പ്രോബ്ലംസ് വന്ന ആൾക്കാർക്ക് ഇൻ ഫ്യൂച്ചർ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് കമ്പയർഡ് ടു നോർമൽ പ്രഗ്നൻസീസ്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഫ്രീക്വന്റ് ആയിട്ട് മേ ബി ഇയർലി നമുക്ക് ഷുഗർ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യേണ്ടി വരും. അടുത്ത പ്രഗ്നൻസിയിലും ചിലപ്പോൾ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ബിഗ് ബേബീസ് ഇപ്പോൾ ഒരു 4 കിലോ കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്ന പ്രഗ്നൻസീസ് ആണെങ്കിലും നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യമേ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഷുഗേഴ്സ് ഉണ്ടോ കൂടുതലാണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. പലപ്പോഴും ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധിക്കാറില്ല. പേഷ്യൻസ് ആരും ഷുഗർ പിന്നെ ചിലപ്പോൾ നോക്കാതെ പോകും. പിന്നെ അടുത്ത പ്രഗ്നൻസി ആകുമ്പോഴായിരിക്കും ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് നമ്മളായിട്ട് തന്നെ അവരുടെ അടുത്ത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം. അത് ശരിയാണ്. നോർമലി ഇതിൽ വേറൊരു കാര്യം കൂടെ, നോർമലായിട്ട് നമ്മൾ ഈ ഫാസ്റ്റിംഗ് ഷുഗറും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗറൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നോർമലായിട്ട് കിട്ടിയേക്കാം ഇനീഷ്യലി അടുത്ത പ്രഗ്നൻസി. ഇപ്പോൾ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രീവിയസ് പ്രഗ്നൻസി 4 കിലോ കുട്ടിയായിരുന്നു. അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ നോക്കുമ്പോൾ എനിക്ക് ഷുഗേഴ്സ് നോർമലാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ സ്വീറ്റ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വല്ലാതെ ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗ്ലൂക്കോസ് കുടിച്ചിട്ടുള്ള ടെസ്റ്റാണ്, ചാലഞ്ച് ടെസ്റ്റാണ്. അതായത് നമ്മൾ 75 ഗ്രാമിൻ്റെ ഗ്ലൂക്കോസ് കുടിച്ചിട്ട് എങ്ങനെ നമ്മളുടെ ബോഡി അതിനെ ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്ത് നോർമൽ ആക്കുന്നുണ്ട്, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ടെസ്റ്റ് വേണം ഇങ്ങനെയുള്ള ലേഡീസ് ആദ്യമേ ചെയ്യാൻ. അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും നമുക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ ഈ സ്കാനിങ്ങിലേക്ക് വന്നു കഴിയുമ്പം നമുക്ക് ഈ സ്കാനിങ്ങിൻ്റെ പർപ്പസ് എന്താണ് ശരിക്കും? മുൻപ് ഈ വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ട്, സ്കാനിങ് കൃത്യമായിട്ട് ഈ കുട്ടിയുടെ ഒരു വൈകല്യം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായില്ല, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടോടെ കുട്ടി ഡെലിവറായി, അങ്ങനെയുള്ള കേസുകളൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ സ്കാനിങ് ഏതൊക്കെ മാസം എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു പർപ്പസ് എന്താ? ഇപ്പോഴത്തെ ഒരുപാട് പേഷ്യൻസ് വന്ന് പണ്ടൊന്നും ഇത്രയും സ്കാൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്തിനാ ഇപ്പൊ എല്ലാ മാസവും ഇങ്ങനെ 2, 3, 4 തവണയൊക്കെ സ്കാൻസ് വരുന്നുണ്ടല്ലോ. ഈവൻ കഴിഞ്ഞ പ്രഗ്നൻസിയിൽ പോലും ഇത്ര ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പം മെയിൻലി സ്കാൻസ് ഇപ്പം ഒരു തീരെ ഒരു ലോ സോഷ്യോ എക്കണോമിക് സ്റ്റേറ്റസിലുള്ള ആൾ, ഇല്ലെങ്കിൽ ഒട്ടും ചെക്കപ്സിനൊന്നും വരാൻ പറ്റാത്ത ആളാണെങ്കിൽ ത്രൂ ഔട്ട് ഒരു പ്രഗ്നൻസി ഒരു സ്കാനേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻലി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ അനോമലീസ്, അങ്ങനെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉള്ള ബേബി ആണോ എന്ന് അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം ഈ സ്കാനിങ്ങിന്റെ. അല്ല ഇപ്പോൾ ഒരു റെഗുലർ ഫോളോ അപ്പിന് വരുന്ന ഒരാളാണ്. ഇപ്പം മോസ്റ്റ് പ്രഗ്നൻസീസ് അങ്ങനെ ഒരു റെഗുലർ ചെക്കപ്സിനൊക്കെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് മെയിൻലി വരുന്നത് ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് എന്ന് പറയും. അതൊരു ജനറ്റിക് സ്ക്രീനിങ്ങിനായിട്ട് നമ്മൾ ചെയ്യുന്ന സ്കാനിങ് ആണ്. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ മദേഴ്സിൻ്റെ ഏജ് കൂടി വരുവാണ്. ഫസ്റ്റ് ടൈം പ്രഗ്നൻസി മേ ബി ഓവർ 30-35 ഇയേഴ്സ് കൂടുതലുള്ള പ്രഗ്നൻസീസ് ആയിരിക്കാം. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ലേറ്റർ സ്റ്റേജസിൽ പ്രഗ്നൻ്റ് ആയ എൽഡർലി മദേഴ്സ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനറ്റിക് സ്കാനിങ് വളരെ പ്രാധാന്യമുള്ളൊരു സ്കാനാണ്. അപ്പോൾ അത് നമ്മളൊരു അറൗണ്ട് ഒരു 11 and 14 വീക്സിൻ്റെ ഇടയ്ക്കായിരിക്കും സ്കാനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം ജനറ്റിക് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിൻലി ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ രക്തോട്ടം, യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആണോ എന്ന് നോക്കും. അതിലെന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ ഈ മദറിന് തന്നെ ഇൻ ഫ്യൂച്ചർ പ്രഗ്നൻസിയിൽ BP കൂടാനുള്ള സാധ്യതയും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മാത്രമല്ല അതിനനുസരിച്ച് നമുക്ക് കറക്ഷൻ കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത്. പിന്നെ വരുന്ന മെയിൻ സ്കാനാണ് 5th മന്തിലെ അൾട്രാസൗണ്ട്. അതിലാണ് നമ്മൾ സ്ട്രക്ചറലി ബേബിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടി വരുന്നത്. അപ്പോൾ 5th മന്ത് ആകുമ്പോഴേക്കും മിക്ക ഓർഗൻസ് എല്ലാം ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ വരുന്ന സ്കാനാണ് ഗ്രോത്ത് സ്കാൻസ്. അതിപ്പം ബേബിക്ക് ഇപ്പം എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള, പ്രീവിയസ്ലി ബേബിക്ക് വളർച്ച കുറവുണ്ടായിരുന്ന പ്രീവിയസ് പ്രഗ്നൻസി, ഹൈ BP, ഹൈ ഡയബറ്റിക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫ്രീക്വൻ്റ് ആയിട്ട് ബേബിയുടെ ഗ്രോത്ത് ചിലപ്പോൾ മോണിറ്റർ ചെയ്യേണ്ടി വരാം. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു അറൗണ്ട് ഒരു 28-32 വീക്സിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മളൊരു
സ്കാൻ ചെയ്യുന്നത്. അത് കൂടുതലും ബേബിയുടെ പൊസിഷൻ, ബേബിയുടെ വെയിറ്റ്, ഫ്ലൂയിഡ് ലെവൽ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൾട്രാസൗണ്ട്സ് ആയിരിക്കും. പിന്നെ ഇത് മാത്രമല്ലാതെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ബേബിനെ കാണാൻ പറ്റുമോ, ഫോട്ടോ എടുക്കാൻ പറ്റുമോ, വീഡിയോ എടുക്കാൻ പറ്റുമോ, അതിന് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ മൂത്ത ആള് കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനെ കാണിക്കാനായിട്ട് ഒന്ന് സ്കാൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെയ്യും. അത് ഇപ്പം നീഡഡ് ആണോ എന്ന് ചോദിച്ചാൽ മെഡിക്കലി റിക്വയർഡ് അല്ല, പക്ഷെ അവരുടെ ഒരു പ്രഗ്നൻസിയുടെ ഒരു സന്തോഷം, അവരുടെ ആ ഒരു ബാക്കി ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ സ്കാൻ അല്ലെങ്കിലും ജസ്റ്റ് അവർക്ക് ഇതാണ് കൈ, ഇതാണ് കാല്, തല, കണ്ണ് ഇങ്ങനെ കാണിക്കാനായിട്ട് ചിലപ്പോൾ നമ്മൾ ഒബ്ലൈജ് ചെയ്യേണ്ടി വരാറുണ്ട്. ഇത് ഈ സ്കാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്കിപ്പോൾ സ്കാനിങ്ങിൽ തന്നെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പം ഗൈനക്ക് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ റേഡിയോളജി കഴിഞ്ഞിട്ടുള്ള ഡോക്ടേഴ്സ് തന്നെ സ്പെഷ്യലൈസ് ചെയ്യും ഫീറ്റൽ മെഡിസിൻ എന്നും പറഞ്ഞിട്ട്. അപ്പം ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ഈ യൂട്രസിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിൻ്റെത് മാത്രം സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അപ്പോൾ അവർ അത്രയും സ്പെഷ്യലായിട്ട് എക്സ്പേർട്ടാണ്, സ്പെഷ്യലിസ്റ്റ് ആണ് അവർ. ഡീറ്റെയിൽഡ് സ്കാനിങ് ആണ്. അതുപോലെ കുഞ്ഞിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ സർജറീസും പ്രൊസീജിയേഴ്സും നമുക്ക് ഇൻ യൂട്രോ, അതായത് യൂട്രസിൻ്റെ ഉള്ളിലുള്ള കുഞ്ഞിന് ചെയ്യാം. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 2 സ്കാനും, അതായത് നമ്മൾ ഈ ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ സ്ക്രീൻ ചെയ്യുന്നതും സ്ട്രക്ചറൽ ആയിട്ടുള്ള വൈകല്യങ്ങൾ സ്ക്രീൻ ചെയ്യുന്നത്, അതായത് 3-ാം മാസത്തിലെ 5-ാം മാസത്തിലെ സ്കാന്, ഇത് രണ്ടും സ്പെസിഫിക്കലി മിക്ക സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ ഫീറ്റൽ മെഡിസിൻ ഡോക്ടേഴ്സിനെ കൊണ്ട് തന്നെയാണ് ചെയ്യിക്കാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിരിക്കും. ഈവൻ അവർ ഗ്രോത്ത് സ്കാൻ ചെയ്യുമ്പോൾ പോലും അത് പ്രോപ്പറായിട്ട് ചാർട്ട് ചെയ്ത്, അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഗ്രോത്ത് ലാഗ് വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് കുറേ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ കൂടി അവർക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ 3 സ്കാനും ഫീറ്റൽ മെഡിസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നേരത്തെ ചോദിച്ചതുപോലെ മിസ്സായി പോവാമോ, ഇത്രയും സ്കാൻസ് ചെയ്താലും ചിലപ്പോൾ അറിയാതെ പോവാമോ എന്നൊക്കെ ഉള്ളതിന് ഇപ്പം ജനറൽ ബാക്ക്ഗ്രൗണ്ട് റിസ്ക് ഓരോ മദറിനും പ്രഗ്നന്റ് ആകുമ്പോൾ ഏകദേശം ഒരു 4 to 5% ചാൻസ് ഓഫ് അനോമലി ബേബിക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ജനറലി എല്ലാവർക്കും ആ ഒരു 4% പ്രോബബിലിറ്റി ഓഫ് ഒരു സ്ട്രക്ചറലി അബ്നോർമൽ ബേബി ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ചിലപ്പോൾ സ്കാനിങ്ങിൽ കണ്ടുപിടിക്കാൻ പറ്റണം. അതിപ്പോൾ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കാനിങ് ആണെങ്കിലും ചിലപ്പം പറ്റില്ല, ഡയഗ്നോസ്ഡ് ആവാതെ പോവാം, ചിലപ്പോൾ ലേറ്റ് ആയിട്ട് ഡയഗ്നോസ്. അപ്പോൾ സ്പെസിഫിക്കലി ചില എബ്നോർമാലിറ്റീസ് ഉണ്ട്, ഡയഫ്രാമാറ്റിക് ഹെർണിയ എന്നൊക്കെ പറയുന്ന ബുദ്ധിമുട്ടുകൾ. അതൊക്കെ ചിലപ്പോൾ ഒരു 32 വീക്സ് ആ ഒരു സമയത്തായിരിക്കും ചിലപ്പോൾ അത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ മിസ്സായി പോവാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില അനോമലീസ് ക്യാൻ ബി മിസ്ഡ്. പിന്നെ ചില സമയത്ത് ഈ പറഞ്ഞ 5th month സ്കാൻസ് ഒക്കെ ചിലപ്പോൾ ഒരുപാട് സമയമെടുത്ത് ചെയ്യുന്ന സ്കാൻസ് ആയിരിക്കാം. കുഞ്ഞിന്റെ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം, കമിഴ്ന്ന് കിടത്തുന്ന ചിലപ്പോൾ അറിയാൻ പറ്റില്ല, നേരെ കിടന്നാലേ അവർക്ക് അത് കറക്റ്റായിട്ട് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ അവരുടെ അടുത്ത് വരാൻ പറയും, ഒരു 2 വീക്സ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഈ സ്കാനിങ്ങിന്റെ എണ്ണം ചിലപ്പോൾ കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനൊരു സ്കാനിങ്ങിൽ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കാന്ന് വിചാരിക്കും, ഒരു ജനിതകമായിട്ടൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയും. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താ? അതിൽ ചിലത് കറക്റ്റബിൾ ഡിഫക്ട്സ് ആയിരിക്കാം, കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില ഡിഫക്ട്സ് ചിലപ്പോൾ കറക്റ്റബിൾ ആയിരിക്കാം. ചിലത് അറ്റ് പ്രസന്റ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ ആഫ്റ്റർ ഡെലിവറി ആയതിനു ശേഷം നമുക്ക് ബേബിക്ക് ചിലപ്പോൾ ഒരു മൈനർ എന്തെങ്കിലും കറക്ഷൻസ്, ഇപ്പോൾ മെഡിക്കേഷൻ ആവട്ടെ ഇല്ലെങ്കിൽ ചെറിയ മൈനർ സർജറീസ് ആവട്ടെ, അങ്ങനത്തെ ചിലപ്പോൾ ചെറിയ ഡിഫക്ട്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ക്ലബ് ഫൂട്ട് എന്ന് പറയുന്ന ഒരു ഡിഫക്റ്റ്, അതിപ്പോൾ നമ്മൾ ഒരുപാട് സ്കാൻസ് ചെയ്യുമ്പോഴേക്കും കാണാറുണ്ട്. പക്ഷെ അതൊരു ഈസിലി കറക്റ്റബിൾ ആയിട്ടുള്ള പ്രശ്നമാണ്. അത് ബേബിക്ക് ഒരു ലൈഫ് ലോങ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലം ആയിരിക്കില്ല. അതേപോലെ തന്നെ ഈ ക്ലെഫ്റ്റ് പാലറ്റ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നമുക്ക് കറക്റ്റബിൾ ത്രൂ സർജറി നമുക്ക് കറക്റ്റബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ചില പ്രോബ്ലംസ് സിവിയർ എന്താ പറയുക ലൈഫ് എൻഡേഞ്ചറിങ് ഡിഫോമിറ്റീസ് ബേബിയിൽ ഉണ്ടാക്കാം. അതായത് ആ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു പോയാൽ ചിലപ്പം ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് മെ നോട്ട് ബി കമ്പാറ്റിബിൾ വിത്ത് ഒരു നോർമൽ ലിവിങ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ആ ഒരു കപ്പിളിന് നമുക്ക് ആ ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. ഈ കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ എങ്ങനെ ആയിരിക്കും അവരുടെ ഒരു ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും.
അപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ ലീഗൽ ആൻഡ് മെഡിക്കൽ സിസ്റ്റം അനുസരിച്ചിട്ട് നമുക്കൊരു അങ്ങനെ ഒരു സിവിയർലി അനോമലസ് ബേബി ആണെങ്കിൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി നമുക്ക് അവർക്ക് ചിലപ്പോൾ ഓഫർ ചെയ്യേണ്ടി വരാം. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ആ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും പേരൻസിൻ്റെ ഒക്കെ ഒരു റിയാക്ഷൻ? അവരെങ്ങനെയായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക? വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ 2 രീതിയിലാണ്. അതെ, അതായത് സ്ട്രക്ചറിലും ഉണ്ട് ജനിതകമായിട്ടുള്ള വൈകല്യം. അപ്പം നമ്മൾ ചിലപ്പോൾ 3-ാം മാസത്തിൽ സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ കാണുകയാണ്, ഓക്കെ ഈ കുട്ടിക്ക് ജനിതകമായിട്ട് ഇപ്പോൾ ഡൗൺ സിൻഡ്രോം ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ ഡൗൺ സിൻഡ്രോമിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞ് എത്ര എക്സ്ട്രീം വരെയും കുഞ്ഞിന് വൈകല്യങ്ങളുണ്ടാകാം, ബുദ്ധിമാന്ദ്യം ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പറയുമ്പം ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ആദ്യത്തെ പ്രഗ്നൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ആദ്യം നമുക്കത് മനസ്സിലാവും, കാരണം ആദ്യം നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പം അവർക്കത് കംപ്ലീറ്റ് ഒരു പിക്ചർ കിട്ടത്തില്ല. പക്ഷെ അത് പതുക്കെ പതുക്കെ സിങ്കിൻ ചെയ്ത് വന്ന് കഴിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. ഈ ഡൗൺ സിൻഡ്രോമിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് ഡൗൺസ് ബേബീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ ഒരു നല്ല രീതിയിലൊരു ട്രെയിനിങ് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ദേ ക്യാൻ ലീവ് എന്താ പറയുക ഒരു അവരുടെ കാര്യങ്ങൾ അവർക്ക് നോക്കിക്കൊണ്ട് പോകുന്ന പോലത്തെ ഒരു ജീവിതം ചിലപ്പോൾ അവർക്ക് ഉണ്ടാവാം. അപ്പം ആ ഒരു ഡിസിഷൻ ആസ് ഡോക്ടേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല, ഇത് ടെർമിനേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ചില മദേഴ്സ് ഇല്ലെങ്കിൽ കപ്പിൾ വരാറുണ്ട്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായ പ്രഗ്നൻസിയാണ്. അപ്പം എങ്ങനത്തെ കുഞ്ഞാണെങ്കിലും നമ്മൾ അത് സ്വീകരിച്ചോളാന്ന് പറഞ്ഞ് അങ്ങനത്തെ പേരൻസിന് നമ്മളിത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെൻ്റലി പ്രിപ്പയർഡ് ആവാനുള്ള, മെൻ്റലി മാത്രമല്ല അവർക്ക് ഫൈനാൻഷ്യലി ഇതിനൊരു ബാക്കപ്പ് അവർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രിപ്പറേഷനും കൂടെ നമുക്ക് ഇത് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. എന്താണ് ശരിക്കും ഗർഭം ധരിക്കുമ്പോൾ ഒരു സ്ത്രീൻ്റെ ശരീരത്തിൽ മാനസികവും ശാരീരികവുമായിട്ടുണ്ടാവുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? നമ്മുടെ ചുറ്റുമുള്ളവരൊക്കെ എങ്ങനെയാണ് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഇതിപ്പോൾ പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ തന്നെ ഏറ്റവും ഇവരെ ബോധർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ആസിഡിറ്റിയും ഛർദിയും. അപ്പം കുറേ പേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഛർദിക്കുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി നോർമലാണ്. അപ്പം ചിലപ്പോൾ ഞാനത്, കാരണം ഇതൊരു സൈക്കോളജിക്കൽ ട്രിക്കും കൂടിയാണ്, കുറച്ചൊക്കെ ഒരു സൈക്കോളജിക്കലാണ്. എനിക്ക് പ്രഗ്നൻസി ആണെന്ന് അറിയുമ്പോൾ തന്നെ ഇന്നത്തെ സ്ത്രീകൾ വെറുതെ ഇരിപ്പാണ് വീട്ടിൽ, ബെഡ് റെസ്റ്റ് ആണ് ഫുൾ, എല്ലാവരും പാമ്പർ ചെയ്തങ്ങ് വരും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം അതൊരു സൈക്കോളജിക്കലി എനിക്ക് ഛർദിക്കാൻ വരുമോ, എനിക്ക് ഗ്യാസ് കയറുമോ, എനിക്ക് ആ ഒരു, അപ്പോൾ അവരുടെ ആ ഒരു ഈറ്റിംഗ് ഹാബിറ്റിൻ്റെ ഒരു വ്യത്യാസം വരുമ്പോൾ തന്നെ അവർക്ക് അസിഡിറ്റിയും കൂടും, ഛർദിയും കൂടുന്ന ഒരു ഇതാണ് കാണാറുള്ളത്. അപ്പം പലപ്പോഴും നമ്മൾ ആ ഒരു ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് പറയാറുണ്ട്. അപ്പം ഇനി പ്രഗ്നൻസിയിൽ നമ്മൾ എപ്പോഴും പറയുന്നത് സ്മോൾ ഫ്രീക്വൻറ്റ് മീൽസ്, അതായത് കുറച്ച് കഴിക്കുക പക്ഷെ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുക. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നോർമലി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി കഴിക്കാനും പറ്റും. പൊതുവേ ഡൈജഷൻ സ്ലോ ആണ് പ്രഗ്നൻസിയിൽ. അപ്പം ആ ഡയറ്റ് സ്മോൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിക്കുമ്പോൾ ഡൈജഷന് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആകും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, ഒരുപാട് എക്സേർഷൻ അല്ലെങ്കിലും ചെറിയ ചെറിയ ബ്രീതിങ് എക്സസൈസസോ ചെറിയ നടത്തം, അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ്. ഇപ്പോൾ വർക്കിംഗ് വുമൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്നുവെച്ചാൽ വർക്ക് ചെയ്യുമ്പം അവർ ആ ഒരു വർക്ക് പ്ലേസിൽ അവർ ഈ കാര്യം മറന്ന് അവർ ഫുള്ളി എൻഗേജ്ഡ് ആകുമ്പം കുറേ പേർക്ക് അത് നമ്മൾ കാണുന്ന ഒരു ട്രെൻഡാണ്. വർക്കിംഗ് വുമന് പൊതുവേ അവർക്ക് ഈ പറഞ്ഞ വോമിറ്റിംഗ് ഇഷ്യൂസ്, തലകറക്കം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വളരെ കുറവാണ്. ഇല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴായിരിക്കും അപ്പോഴായിരിക്കും ചിലപ്പോൾ ഓക്കെ ആ ചിന്ത മനസ്സിലേക്ക് വരുന്നത്. പിന്നെ കാണുന്ന വെച്ചാൽ ശാരീരികമായ മാറ്റങ്ങൾ, യെസ്, ബ്രസ്റ്റ് എൻഗോജ്മെന്റ് ഉണ്ടാകാം. അതുപോലെ മൊത്തത്തിൽ നമുക്ക് വണ്ണം വെക്കാൻ വെച്ചാൽ ഫാറ്റ് ഡെപ്പോസിഷൻ മാത്രമല്ല, കുറച്ച് നീര് വെക്കുകയും കൂടെ ചെയ്യും, ബ്ലോട്ട് ചെയ്യും. പ്രഗ്നന്റ് ലേഡീസിന് നമ്മൾ സൂക്ഷിച്ച് നമ്മൾ അങ്ങനെ മുഖത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്കറിയാം മുക്കിന്റെ ഈ ഭാഗം കുറച്ച് ഇങ്ങനെ നീര് വെക്കുന്ന പോലെ ഉണ്ടാവും. അത് ആ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന നീര് വാട്ടർ റിട്ടൻഷൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിൽ ആ വാട്ടർ റീറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ പതുക്കെ പതുക്കെ അത് കാലിൽ നീര് വെക്കാം, കൈ നീര് വെക്കാം, കൈയൊക്കെ വണ്ണം വെക്കാം. പിന്നെ റിങ്സ് ഒന്നും ഇടാൻ പറ്റത്തില്ല, ടോറിങ്, ചെരുപ്പ് കയറത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ചേഞ്ചസ്, അതുപോലെ ഉടുപ്പിൻ്റെയൊക്കെ സൈസ് കൂട്ടേണ്ടി വരും. എല്ലാവരും എപ്പോഴും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് മാറ്റം. പിന്നത്തെ ഏറ്റവും ബോധർ ചെയ്യുന്നത് സ്ട്രെച്ച് മാർക്സ്. അപ്പം സ്ട്രെച്ച് മാർക്സ് അഗെയിൻ നമ്മുടെ സ്കിന്ന് പെട്ടെന്ന് അങ്ങ് സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ആ സ്ട്രെച്ച് മാർക്സ് വരുന്നത്. അതായത് ഒരു അക്യൂട്ട് ഇഞ്ചുറി വരുന്നതാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഈ സ്ട്രെച്ച് മാർക്സ് ട്രീറ്റ് ചെയ്യുക, ക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. പക്ഷേ ഇന്ന് ഇപ്പം ലേസർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് സ്ട്രെച്ച് മാർക്സ് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട്. അതെല്ലാം നാച്ചുറൽ മാർഗങ്ങളിലൂടെ ഇത് കളയാൻ പറ്റില്ല അല്ലേ? പ്രിവെൻറ്റ് ചെയ്യാം. എൻ്റെ സിസ്റ്റർ ഇങ്ങനെ അലോവേര ജെല്ല് ഇങ്ങനെ അപ്ലൈ ചെയ്യും.
ഈ പ്രഗ്നൻസി ടൈമിൽ, അപ്പം ഈ സ്ട്രെച്ച് മാർക്ക് കുറവായിരിക്കും വരിക എന്ന് പറഞ്ഞത് അത് ശരിക്കും ഉള്ളതാണ്. കാരണം ആ സ്കിന്നിന്റെ ആ ഇലാസ്റ്റിസിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. അലോവേര ജെൽ ആയിരിക്കട്ടെ, ഓയിൽ ആപ്ലിക്കേഷൻ, ഇതൊക്കെ ഡെഫിനറ്റ്ലി അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ കുറേയൊക്കെ ഓരോരുത്തരുടെ സ്കിൻ ടോൺ, അവരുടെ ഒരു നേച്ചർ ഓഫ് ദിയർ ബോഡി അനുസരിച്ചിട്ടായിരിക്കും. ചിലവർക്ക് അധികം സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവില്ല, ചില ആൾക്കാർക്ക് കുറച്ച് ഡാർക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവാം. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വരാം. നമ്മൾ പഴയ ആൾക്കാർ പറയുമല്ലോ കുഴമ്പ് തേച്ച് കുളിക്കണം 4 മാസം കഴിഞ്ഞാൽ, അത് കറക്റ്റാണ്. കാരണം ആ ഒരു 4-ാം മാസം തൊട്ടാണ് നമുക്ക് ഈ സ്ട്രെച്ചിങ് വരുന്നത്. അപ്പോൾ ആ മാസം തൊട്ട് നമ്മൾ ഈ പറഞ്ഞ കുഴമ്പല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓയിൽ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സ്ട്രെച്ച് മാർക്സ് കുറേയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. പിന്നെ ഫിസിക്കൽ ചേഞ്ചസിൻ്റെ അത്ര തന്നെ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ ബോദർ ചെയ്യുന്നതാണ് മെൻ്റൽ ഹെൽത്ത്. അതാണ് കറക്റ്റ്. അത് മോർ ആൻഡ് മോർ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ അവെയർ ആവുകയാണ് അതിനെക്കുറിച്ച്. ആസ് ഡോക്ടേഴ്സ്, ആസ് പേഷ്യൻസ്, ആസ് ഫാമിലി, ഈ പ്രഗ്നൻറ്റ് മദേഴ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിൽ ഇപ്പോഴാണ് കുറച്ചും കൂടി ഇതിനെക്കുറിച്ച് അവയർനെസ് വരുന്നത്. അതേപോലെ ബാക്കി ഇപ്പം മെറ്റേണൽ, അതായത് മദേഴ്സ് ഡെത്ത് ഇൻ പ്രഗ്നൻസി ഇല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറി പീരീഡ്, ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ സയൻസ് ഒക്കെ അഡ്വാൻസ് ആവുന്നോറും ബാക്കി റീസൺസ്, പണ്ടൊക്കെ ഹെവി ബ്ലീഡിങ്, പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയും, പോസ്റ്റ് ഡെലിവറി ബ്ലീഡിങ് കാരണം മരിക്കുന്ന മദേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പം അതൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ കൂടുതലും നമ്മൾ കാണുന്നത് സൂയിസൈഡ്. അപ്പം ആ ഒരു മെൻ്റൽ ഹെൽത്തിനെ നമ്മൾ അത്ര തന്നെ ഫിസിക്കൽ ചേഞ്ചസിൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ അതിൽ കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം വർക്കിംഗ് വിമൻ കൂടുതലാണ്. അപ്പോൾ അവർക്ക് ആ ഒരു വർക്ക് പ്രഷറും വീട്ടിലെ പ്രഷറും, പ്രത്യേകിച്ച് 2nd, 3rd പ്രഗ്നൻസി ആവാം. കാരണം മൂത്ത കുട്ടീനെ നോക്കാൻ അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗിൽട്ട് ഫീലിംഗ് ആണ് പലപ്പോഴും ഞങ്ങൾ കാണുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല, അവനെ മര്യാദയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു ഇമോഷണൽ ടേർമോയിലാണ് അവർക്ക്. അപ്പോൾ അങ്ങനെ വെറുതെ വന്നിരുന്നു ഒപ്പിയിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് കരയുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി അത് പലപ്പോഴും നമ്മൾ പ്രഗ്നൻസിയിൽ കാണാറുണ്ട്. പ്രഗ്നൻസി ഹോർമോൺ ചേഞ്ചസിൻ്റെ കൂടെ തന്നെ ഉള്ള അവരുടെ സോഷ്യൽ എന്താ പറയുക അറ്റ്മോസ്ഫിയർ, അവരുടെ ഫാമിലി സപ്പോർട്ട്, ഈ പറഞ്ഞ പോലെ വർക്ക് പ്രഷർ ആയിരിക്കാം, ഇല്ലെങ്കിൽ സ്ട്രോങ് ഒരു ഫാമിലി ഹിസ്റ്ററി. ഇപ്പോൾ മദർ, സിസ്റ്റർ, സിബ്ലിങ്സ് ആർക്കെങ്കിലും പ്രഗ്നൻസി സമയത്ത് ഇതുപോലെ ഒരു ഡിപ്രഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒരു റിസ്ക് ഫാക്ടറാണ് അവർക്ക് പ്രഗ്നൻസിയിൽ ഇല്ലെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി ഇങ്ങനത്തെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് വരാനായിട്ട്. അതേപോലെ പ്രീവിയസ് പ്രഗ്നൻസിയിൽ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിലും ഈ പ്രഗ്നൻസിയിൽ ചിലപ്പോൾ റിസ്ക് കൂടുതലാണ്. ഓൾറെഡി മെഡിക്കേഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന മദേഴ്സ് ആണെങ്കിൽ അവർക്കും ചിലപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനൊക്കെ വരാൻ സാധ്യത ഉണ്ട്. പലപ്പോഴും നമ്മൾ ഈ ഡെലിവറി കഴിയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ കുഞ്ഞിലേക്ക് മാറാറുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ മെറ്റേണൽ കെയർ കുറയുന്നു, മദറിനുള്ള കെയർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മളത് ട്രിഗർ ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ എന്ത് ചെയ്യാം ചുറ്റുമുള്ളവർക്ക്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ആ സ്ത്രീക്കും കൂടെ നല്ല രീതിയിൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. കുഞ്ഞ് ഓക്കെ, പക്ഷേ അമ്മയും അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആ കുഞ്ഞിനെ നാളെ നോക്കേണ്ടത് അമ്മ തന്നെയാണ്. അപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ ഒരു കാരണം പലപ്പോഴും എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ളവരുടെ ആ ഒരു കെയറിൽ കുറച്ച് ഒരു മാറ്റം വരുന്നതിൻ്റെ കൊണ്ടും ഉണ്ടാകാം. അപ്പോൾ ഇതിനൊക്കെ ഇഫക്റ്റീവായിട്ട് നമുക്കിപ്പോൾ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ നേരത്തെ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അത് വളരെയധികം ഇപ്പോൾ ഇങ്ങോട്ട് ചോദിച്ചു വരുന്നവരുണ്ട് സ്ത്രീകൾ, എനിക്ക് കൗൺസിലിംഗ് വേണം, സംസാരിക്കണം, എന്നാലേ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വരണം സ്ത്രീകൾ. കാരണം ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പോൾ നമുക്കൊരു പനി വന്നു, ചുമ വന്നു, എല്ലാവർക്കും നമ്മുടെ അടുത്ത് സിമ്പത്തി ഉണ്ടാകും. പക്ഷെ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം വരുമ്പോഴേക്കും ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാകണം എന്നില്ല. ഇതൊരു എന്താ പറയുക ഒരു ഹെൽത്ത് കണ്ടീഷനാണ് എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നില്ല. ഇവളെന്താ ബേബിനെ നോക്കാത്തത്, ഇവരെന്താ ഫീഡ് ചെയ്യാത്തത്, ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെൻ്റൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡായിരിക്കും വീട്ടുകാർക്കും ചിലപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർക്കും. അപ്പോൾ അതിൽ ഫാമിലി സപ്പോർട്ടാണ് ഏറ്റവും കൂടുതലും മാറ്റർ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു ലക്ഷണങ്ങൾ, ഈ ഒരു റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് നമ്മൾ പറയും, അവർക്ക് സെൽഫ് കെയർ ഇല്ലാതിരിക്കുക, ഇല്ലെങ്കിൽ ബേബിനെ കെയർ ചെയ്യാൻ പറ്റാതിരിക്കുക, ഫീലിംഗ് ഓഫ് ഒരു ഹെൽപ്ലെസ്നെസ് ഇല്ലെങ്കിൽ ഹോപ്പ്ലെസ്നെസ്, സൂയിസൈഡൽ
തോട്ട്സ് ഇതൊക്കെ വരുമ്പോഴേക്കും അതൊക്കെ ഡെഫിനറ്റ്ലി ഒരു റെഡ് ഫ്ലാഗ് സൈൻസ് ആണ്. അവർ ഈവൻ കാഷ്വലി ആരുടെ അടുത്തെങ്കിലും എനിക്ക് മരിക്കാൻ തോന്നുന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ഈവൻ ആസ് എ ജോക്ക് ഒരു പോസ്റ്റ് ഡെലിവറി ഒരു മദർ പറയുവാണെങ്കിൽ അതിന് അത്രയേറെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൗൺസിലിംഗ് മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾ ഒപ്പം തന്നെ ഉണ്ടാവണം, അവർ പറയുന്ന കാര്യങ്ങളെ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും ചെയ്യണം. ഇതിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് വരുന്ന ഈ നോക്കാൻ വന്ന് നിൽക്കുന്ന സ്ത്രീകളും പുറത്തുനിന്ന് വരുന്ന വിസിറ്റേഴ്സും ആണ്. ചോദിക്കാൻ വേണ്ടി വരിക, ഇയാള് പാലില്ല, നിനക്ക് പാലില്ല. അപ്പം അതങ്ങ് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഈ കുട്ടി അങ്ങ് ആകെ അന്താളിക്കുക, എന്താ എനിക്ക് പാലില്ലേ എന്നുള്ളവർ. അപ്പോൾ കാരണം പലരും വന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നോക്കാൻ വരുന്ന സ്ത്രീ നീ റൂമിൽ നിന്ന് പുറത്തിറങ്ങുക. അതെനിക്ക് 2 കേസ് അങ്ങനെ ഉണ്ട്. ഒരു കുട്ടിക്ക് ശരിക്കും സൈക്കോസിസ് ആയിപ്പോയി. എന്ന് വെച്ചാൽ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുത്, ആ മുറി തന്നെ ഇരിക്കണം, ഭക്ഷണം കഴിക്കാൻ ആ മുറി കൊണ്ടു നോക്കാം, 40 ദിവസം വരെ പുറത്തിറങ്ങരുത് എന്നുള്ളത്. മുടി ചീവാൻ പാടില്ല, TV കാണാൻ പാടില്ല, ഫോൺ നോക്കാൻ പാടില്ല, കാലടുപ്പിച്ച് കിടക്കണം, എണീക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്ന് കഴിയുമ്പോൾ അത് തന്നെ ഒരു ഓൾറെഡി ഒരു ചെറിയ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഡിപ്രഷനിലോട്ട് പോകുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളാവുമ്പോൾ ഈ ഒരു ഹോം അറ്റ്മോസ്ഫിയർ തന്നെ അത് ട്രിഗർ ചെയ്യാനുള്ള ശ്വാസം മുട്ടുന്ന പോലെ തോന്നും അല്ലേ? ശരിക്കും ആ കുട്ടി അവസാനം ആ റൂമിലുള്ള എല്ലാ സാധനങ്ങളും വലിച്ച് പുറത്തെറിഞ്ഞു, ഈ സ്ത്രീനെയും പറഞ്ഞു വിട്ട് പിന്നെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആ കുട്ടി ശരി. അപ്പം ഞാൻ അല്ലെങ്കിൽ എത്ര എക്സ്റ്റെൻഡ് വരെ ആ കുട്ടി സഹിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. കണ്ണെഴുതരുത്, കണ്ണെഴുതരുതോ? അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളതാണോ ഈ പറയുന്നതിൽ? ഒന്നുമില്ല. കണ്ണെഴുതുന്നോണ്ട് നമുക്കിപ്പം പോസ്റ്റ് ഡെലിവറിയിൽ എന്ത് സംഭവിക്കാനാ? കുഞ്ഞിനെ നമ്മൾ പറയാറുണ്ട്, കാരണം ഈ മേടിക്കുന്ന കാജൽ എഴുതണ്ട, അതിൽ ലെഡ് കണ്ടന്റ് ഉണ്ടാകാം, അത് ഹാംഫുൾ ആയിരിക്കും, കുഞ്ഞിൻ്റെ സ്കിന്നൊക്കെ വളരെ പ്രചാരം. പക്ഷെ അമ്മമാർ ഇപ്പോൾ ഇത് എന്ത് ചെയ്താലും അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഒരുപാട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്താലും ഇവർക്ക് ആ ഒരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി പലപ്പോഴും കാണാറുണ്ട്. അത് ഒരു വലിയൊരു ആൾക്കാർക്ക് ഒരു അവെയർ അല്ല ഇതിങ്ങനെ നമ്മൾ ശ്വാസം മുട്ടിക്കാന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ കുറേ പോസ്റ്റ്നേറ്റൽ കെയർ എന്ന് പറയുമ്പോൾ ഇപ്പം അമ്മയായതിനു ശേഷം ഭക്ഷണം അവരെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തോണ്ടേയിരിക്കും. അത് ഒരു മനുഷ്യനെ കഴിക്കാൻ പറ്റുന്നതിനൊരു എന്താ പറയുക ഒരു ലിമിറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും പാല് കുടിക്കണം, 2 മണിക്കൂർ കൂടുമ്പോൾ ഭക്ഷണം കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിക്കാളും കൂടുതൽ കാലറീസ് നമുക്ക് പോസ്റ്റ് ഡെലിവറി വേണം. അപ്പോൾ ഒരു പ്രഗ്നൻസിയിലൊരു നോർമൽ ഒരു ലേഡീനേക്കാളും ഒരു 330 കാലറീസ് എക്സ്ട്രാ വേണമെങ്കിൽ പ്രഗ്നൻസിയിൽ നമുക്കതൊരു 500 ആ ഒരു അറൗണ്ട് ആ ഒരു. പക്ഷേ ഈ ഒരു 500 എക്സ്ട്രാ കിലോ കാലറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ 2 പേർക്കുള്ള ഭക്ഷണം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അത് ചിലപ്പോൾ കുറച്ചൊരു പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടുമോ ഇല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഇൻടേക്ക് കൂട്ടുമ്പോൾ തന്നെ ആ ഒരു 550 അല്ലെങ്കിൽ 500 കിലോ കാലറീസ് കവേർഡ് ആവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ചെയ്യുന്ന ചില ആൾക്കാരുണ്ടാവും. അവർ കംപ്ലീറ്റ്ലി ട്രെയിൻഡ് ആയിരിക്കണം എന്നില്ല. തിളയ്ക്കുന്ന ചൂടുവെള്ളം എടുത്ത് ഒഴിച്ച് അതിൽ കുളിക്കണം. അപ്പം ബേൺസ് ആയിട്ട് ചിലപ്പോൾ വരുന്ന ആൾക്കാരുണ്ടാവാം. അപ്പൊ അത് ഈ ഒരു ഓൾറെഡി ഡെലിവറി കഴിഞ്ഞ് ഹോർമോണൽ ചേഞ്ചസ് ഉള്ള ഒരു ലേഡീനെ ഇനിയും കൂടുതൽ നമ്മൾ ടോർച്ചർ ചെയ്യുന്ന പോലെയാണ്. ഈ ചിലര് അത് അറിയാത്തതിൻ്റെയാണ്. വേദുകുളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതെടുത്ത് ചൂട് തിളച്ച വെള്ളത്തിലെടുത്ത് ഇങ്ങനെ പിടിച്ച് എന്നാലേ വയറ് കുറയുള്ളൂ എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ട്. അപ്പം ചോദിക്കും, ആ കുട്ടി വന്നാൽ ചോദിക്കും അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഒന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു ചെയ്യണ്ട, കുറച്ച് സഹിക്കാൻ പറ്റുന്ന ചൂടിൽ കുളിച്ചോ, ഓക്കെ ഫൈൻ. കാരണം പലപ്പോഴും പ്രത്യേകിച്ച് ഈ സമ്മറിലൊക്കെ അങ്ങനെ ആ ചൂടുവെള്ളത്തിൽ കൂടെ കുളിച്ച് കഴിയുമ്പം ഭയങ്കര അസ്വസ്ഥതയാണ്, ഡീഹൈഡ്രേറ്റഡ് ആവും. പിന്നെ ഈ പറഞ്ഞ കൂട്ടി ഇതെല്ലാം ആങ്സൈറ്റിയും കൂടി വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിലേക്കുള്ള കെയർ, അമ്മയുടെ ആ പാല് പ്രൊഡക്ഷൻ കുറയുക. അപ്പം അങ്ങനെ ഓരോ ഇഷ്യൂസിലേക്ക് പിന്നെ അത് അങ്ങോട്ട് മാറിപ്പോകും. അതുപോലെ ഈ ഒമിറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നിർത്താതെ 3 മാസം വരെയും ഛർദ്ദിക്കുന്നു അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ ഈ ഛർദി മാറ്റാൻ വേണ്ടിയിട്ട്? ഛർദി മാറ്റം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബേസിക്കലി അസിഡിറ്റി ആണ് വരുന്നത്, അതൊന്ന് കൺട്രോൾ. പിന്നെ മെഡിക്കേഷൻസ് എഴുതിയാൽ എടുക്കാൻ മടിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുക, നമ്മൾ ഈ മെഡിസിൻ കഴിക്കുന്നില്ല എന്നും പറഞ്ഞ ആഹാരം ഒന്നും കഴിക്കാതെ ചിലർക്ക് 6-7 കിലോ ഒക്കെയാണ് ചിലപ്പോൾ ഒരു 2 മാസത്തിൽ വെയിറ്റ് ലോസ് വരുന്നത്, ആദ്യത്തെ 2 മാസം. അപ്പോൾ അങ്ങനെ വല്ലാതെ വെയിറ്റ് ലോസ് വന്ന് മാൽനറിഷ്ഡ് ആകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ മെഡിസിൻ കഴിക്കുക, ഭക്ഷണവും കൂടെ കഴിക്കുന്നത് തന്നെയാണ് ഞാൻ പറയുക. കാരണം അത് പിന്നീട് ചിലപ്പോൾ നമുക്ക് ആ പ്രഗ്നൻസിനെ തന്നെ വളർച്ചേനെയൊക്കെ ചിലപ്പോൾ അത് ബാധിക്കും. പ്രഗ്നൻസിയിൽ സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന
വോമിറ്റിങ്ങിനുള്ള മെഡിസിൻസ്, ഗ്യാസ്ട്രൈറ്റിസിനുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ന്യൂട്രീഷൻ എഫക്റ്റഡ് ആവുന്നതിനേക്കാളും മെഡിസിൻ എടുത്തിട്ട് ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അതുപോലെ എനിക്ക് എപ്പോഴും ഉള്ളൊരു കൗതുകമാണ്, ഈ ഗർഭിണിയായി എന്നറിഞ്ഞ പച്ചമാങ്ങ കഴിക്കുക, മസാല ദോശ കഴിക്കുക, ഇതെല്ലാവരും ഒരേപോലെ പറയുന്നു. അതിന് പിന്നിൽ എല്ലാവരും ഒരുപോലെ പറയുന്നില്ല. വളരെ കുറച്ച് പേർക്കാണ് ആ ഒരു എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു ടേസ്റ്റിനോട് ഒരു പ്രിഫറൻസ് വരുന്നതാണ് അത്. ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ഇങ്ങനെ പുളി കഴിക്കണം തോന്നുക, അപ്പോൾ ഈ പച്ചമാങ്ങ കഴിക്കണം. സിനിമകൾക്കൊക്കെ വലിയ സ്വാധീനമുണ്ട്. പച്ചമാങ്ങയായിട്ട് പോവുക, മസാല ദോശയായിട്ട് പോവുക, റീൽസിലൊക്കെ കാണുമ്പം എന്താ മിഡ് നൈറ്റില് വൈഫിന് ക്രേവിങ്സ് വന്നു അതുപോലെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ കൊണ്ടു നടക്കുന്ന ഹസ്ബൻഡ്സും ഉണ്ട് കേട്ടോ ഇന്നത്തെ കാലത്ത്. ഇല്ലെന്നല്ല, പക്ഷെ അത് ക്രേവിങ്സ് എല്ലാം ഒരേപോലെ ആവണമെന്നില്ല. ഈ പറഞ്ഞ പച്ചമാങ്ങയും ഈ പറഞ്ഞ ദോശ, മസാല ദോശയൊക്കെ വളരെ കോമൺ ആണ്. പക്ഷെ അല്ലാതെ ഇതുണ്ട്, ചിലർക്ക് പിസ്സ, ചിലർക്ക് ബർഗർ. എന്നിട്ട് വന്ന് പറയും ഡോക്ടർ ഇതൊക്കെ മേടിച്ചു കൊടുക്കണം, കഴിച്ചാൽ കുഴപ്പമുണ്ടോ, അൽഫാം, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. ഇപ്പൊ ഇങ്ങനെയൊക്കെയാ മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ക്രേവിങ്സ് പോലെ തന്നെ അവേർഷൻസ്, അത് സ്മെല്ലായിരിക്കാം, ഫുഡായിരിക്കാം, പ്രത്യേകിച്ചും കുറച്ച് സ്ട്രോങ് ഓർഡറുള്ള ഈ പാല്, മുട്ട, മീൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ തീരെ നേരത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ കഴിക്കാൻ പറ്റണമെന്നില്ല. അതേപോലെ ഈവൻ ഹസ്ബൻഡ് ഡിയോഡ്രന്റ് ഞാൻ ചോദിക്കാൻ വേണ്ടി വെച്ചിരുന്നൊരു ചോദ്യമാണ്, ഈ ഭർത്താവിന്റെ സ്മെല്ല് അടുത്ത് വരുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറയുന്നത്, അതെന്താണ്? അതും പറയുന്നവരുണ്ട്. കാരണം അതാ ഞാൻ പറഞ്ഞത്, ചില ഇതിനോട് സ്മെല്ലിനോട് അല്ലെങ്കിൽ ചിലതിനോടൊക്കെ ഒരു സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്. ഇവർക്ക് അടുത്ത വീട്ടിൽ കുക്ക് ചെയ്യുന്നത് എന്താന്നുള്ളത് ഇവർക്ക് മനസ്സിലാവും. കാരണം അത്രയും സെൻസിറ്റിവിറ്റി കൂടുതലാണ് അവർക്ക്. അപ്പം പറയും എനിക്ക് കിടക്കാൻ പറ്റില്ല ഹസ്ബൻഡിന്റെ കൂടെ, ആ സ്മെല്ല് എനിക്ക് പറ്റുന്നില്ല എന്നുള്ളത്. ഒരു കണക്കിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വളരുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു ഫീറ്റസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു നേച്ചേഴ്സ് മെക്കാനിസമാണ്. അപ്പം ഈ എവേർഷൻ ആയിരിക്കട്ടെ, ഫുഡ് എവേർഷൻ ഇല്ലെങ്കിൽ സ്മെൽ എവേർഷൻ, അപ്പം ആ ഒരു നേച്ചർസ് വേ ഓഫ് പ്രൊട്ടക്റ്റിംഗ് ദ ബേബി, എന്തെങ്കിലും ഒരു അൺസേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബോഡി വിൽ റിജക്ട് ദാറ്റ് സ്മെൽ ഓർ ടേസ്റ്റ്. അപ്പം അത് അങ്ങനെ ആയിരിക്കാം, ഓരോരുത്തർക്കും സ്പെസിഫിക് ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരുപാട് ഫോഴ്സ് ചെയ്യരുത്. ഇപ്പം ആൾക്ക് എത്ര ഹെൽത്തിയാന്ന് അറിഞ്ഞാലും ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കരുത് ഒരു പ്രഗ്നന്റ് ലേഡീനെ. അവർക്ക് അത് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ വേറെ കുറേ ഓപ്ഷൻസ് ഉണ്ട്, അപ്പം നമ്മൾ അതിലോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. അതുപോലെ ഈ പൈനാപ്പിള് കഴിച്ചാൽ ഗർഭം അലസും, അല്ലെ പപ്പായ കഴിച്ചാൽ അങ്ങനെ ഗർഭിണികൾ അത് കഴിക്കാൻ പാടില്ല, അതിലൊക്കെ വാസ്തവമുള്ളതാണ്? അതിൽ സയൻറ്റിഫിക് ആയിട്ടൊന്നുമില്ല. ആക്ച്വലി നമുക്കെല്ലാം കഴിക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ ആണെങ്കിലും പപ്പായ ആണെങ്കിലും വേറെ ഏത് ഫ്രൂട്ട് ആണെങ്കിലും നമ്മൾ കഴിക്കുന്ന ആ ഒരു ചെറിയ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു നോർമൽ ക്വാണ്ടിറ്റിയിൽ നമുക്കിതെല്ലാ ഫ്രൂട്ട്സും കഴിക്കാം. പക്ഷേ ഒരു സാധനവും അത് തന്നെ കഴിക്കരുത് എന്നുള്ളത് എപ്പോഴും ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഏത് സാധനമാണെങ്കിലും അതിൽ ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചിലപ്പോൾ ഒരുപാട് കൂടുതൽ അളവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത് ദോഷം ചെയ്യുക തന്നെ ചെയ്യും. അത് വെജിറ്റബിൾസ് ആണെങ്കിലും. പപ്പായ ആണെങ്കിലും സാധാരണ പറയുന്ന റോ പപ്പായ, പഴുക്കാത്ത പപ്പായയാണ് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളത് പറയുന്നത്. അതേപോലെ പൈനാപ്പിളിന്റെ കോർ, നമ്മുടെ നടുക്കെയുള്ള പോർഷൻ, അതിൽ ബ്രോമലൈൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ എക്സസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സെർവിക്സ് സോഫ്റ്റ് ആവാം, യൂട്രസിൻ്റെ ഓപ്പണിങ് ചിലപ്പോൾ സോഫ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പപ്പായയുടെ ആ ഒരു റോ പപ്പായ നമ്മൾ എക്സസ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ, പണ്ട് ഇത് അബോർഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഇല്ലീഗൽ അബോർഷൻസിനൊക്കെ ഈ പപ്പായയുടെ എക്സ്ട്രാക്റ്റ് അവർ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ഇൻ എക്സസ് കഴിക്കുവാണെങ്കിൽ ചിലപ്പോൾ അപ്പം ഇപ്പം ആൾക്കാർ വന്ന് ചോദിക്കും ഇത് കഴിക്കാമോ എന്നുള്ളത്. അപ്പോൾ ടു ബി സേഫ് നമുക്ക് ഇതിൽ എക്സാക്ട്ലി എന്താണ് മെക്കാനിസം എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ ഇൻ മോഡറേഷൻ എവറിത്തിങ് ഈസ് ഓക്കെ. ഇൻഫാക്റ്റ് പൈനാപ്പിളിലാണെങ്കിലും പപ്പായയിലാണെങ്കിലും നമുക്ക് ബ്ലഡ് കണ്ടൻറ്റ് കൂടാനുള്ള, പഴുത്ത പപ്പായ കഴിക്കുവാണെങ്കിൽ അത് കണ്ടൻറ്റ് കൂടാനുള്ള ഒരുപാട് അതിൽ നല്ല ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ അത് മേ ബി അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നെ കുറച്ചും കൂടെ പ്രഗ്നൻസി പ്രോഗ്രസ് ചെയ്ത് കഴിയുമ്പം നമ്മളത് അങ്ങനെ തീരെ കഴിക്കരുതെന്ന് ഒരിക്കലും പറയാറില്ല. അതുപോലെ ഈ 30+ പ്രഗ്നൻസിയിലേക്ക് വരുമ്പം അവിടെ ഒരു ഏതാണ് ശരിക്കും പ്രസവിക്കാൻ അനുയോജ്യമായ പ്രായം? അങ്ങനെ ഒരു പ്രായമുണ്ടോ? ഒരു 20s
അല്ലെങ്കിൽ ഏർലി 30s. ഇപ്പോൾ 30 എന്ന് പറയുന്നത് ഒരു പ്രായമല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ വർക്കിംഗ് വുമൻ ആണ്, കരിയർ ഓറിയൻറ്റഡ് ആണ്. അപ്പം ഒരിക്കലും 30 എന്ന് പറയുന്നത് ഒരു കട്ട് ഓഫ് ആയിട്ട് പറയത്തില്ല. 35 യെസ്, അതും പ്രഗ്നൻസി ആകരുത് അല്ലെങ്കിൽ ആകാൻ പാടില്ല ആയ പ്രശ്നമാണ് എന്നുള്ളതല്ല, പ്രശ്നങ്ങളുടെ ചാൻസസ് കൂടുന്നു. അതിപ്പോൾ നമ്മളൊരു 25 വയസ്സുള്ളൊരു സ്ത്രീയും 30 വയസ്സുള്ളൊരു സ്ത്രീനെ എടുത്തു കഴിഞ്ഞാൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 30 വയസ്സുള്ള സ്ത്രീക്ക് കുറച്ചും കൂടെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതൽ വരും ആ ഏജ് കൂടും തോറും. അതായത് ഓരോ വർഷം ചെല്ലും തോറും നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ഇപ്പം നമുക്ക് BP വരാനുള്ള അല്ലെങ്കിൽ ഷുഗർ വരാനുള്ള അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും വൈകല്യങ്ങൾ വരാനുള്ള എല്ലാ റിസ്കുകളും ചെറിയ ശതമാനം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം കട്ട് ഓഫ് നമ്മൾ പറയുന്നത് 35 തന്നെയാണ്. അതായത് 35 വയസ്സിന് മേലെ ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കോഷ്യസ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നുള്ളതാണ്. അല്ല, എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. വേറൊന്നുമല്ല, ഇപ്പൊ നമ്മള് പ്രഗ്നൻസി ഡോക്ടർ പറയുന്നത് 100% ട്രൂ ആണ്, ആബ്സല്യൂട്ട്ലി. മെഡിക്കലി സ്പീക്കിംഗ് ഇതൊക്കെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഏജ് നോക്കുമ്പം പ്രഗ്നൻസി ആവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കൂടും വിത്ത് ഏജ്, ഓത്തിൻ്റെ ക്വാളിറ്റി ചിലപ്പം കുറയാം, അബോർഷൻസ് ഇല്ലെങ്കിൽ അനോമലീസ് ബേബീസിൽ 35 ഇയേഴ്സ്, അതെല്ലാം 100% ആബ്സല്യൂട്ട്ലി ട്രൂ ആണ്. പക്ഷെ ഒരു സ്ത്രീ എപ്പോഴാണ്, ഇല്ലെങ്കിൽ ഒരു കപ്പിൾ എപ്പോഴാണ് പ്രഗ്നൻ്റ് ആവാൻ കോൺഷ്യസ്ലി റെഡി ആയി ഇരിക്കുന്നത്? കാരണം ബേബീസിനെ ഉണ്ടാക്കുന്ന മാത്രം പോരാ, അവരെ വളർത്തി ഒരു എന്താ പറയുക, ഒരു മോറലി ഗുഡ് ഹ്യൂമൻ ബീങ് ആക്കാന്നുള്ളത് ഇതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻസ് ഉള്ള സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു മെച്യൂരിറ്റി അവർക്ക് രണ്ടുപേർക്കും വരുമ്പോഴായിരിക്കാം കോൺഷ്യസ്ലി അവർക്കൊരു പ്രഗ്നൻസി, ഒരു പോസ്റ്റ് ഡെലിവറി, ഒരു ബേബീനെ, ഒരു അനദർ ഹ്യൂമൻ ബീയിങ്ങിനെ കെയർ ചെയ്യാനുള്ള ഒരു പ്രായം ആവുമ്പോഴായിരിക്കും ഒരു ഐഡിയൽ ഏജ്. അങ്ങനെ ഒരു ഐഡിയൽ ഏജ് എന്നുള്ളത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക്. അല്ല, അത് പറയുമ്പോഴും അവിടെ നമുക്ക് 40 വയസ്സ്, 44 വയസ്സ്, 48 വയസ്സുള്ള ഒരു സ്ത്രീ ഉണ്ട് എനിക്കിപ്പോൾ പ്രഗ്നൻസി. അപ്പോൾ ഫസ്റ്റ് സോ പ്രഗ്നൻസി ക്യാൻ ഹാപ്പൺ എനി ടൈം എന്ന് നമ്മൾ കേട്ടിട്ടില്ല. ഇപ്പോൾ 62 വയസ്സുള്ളവർ IVF അങ്ങനെ പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണൽ, അവരുടെ ഡിസിഷൻ ആണ് എപ്പോൾ ആകണം എന്നുള്ളത്. കോൺഷ്യസ് ചോയ്സ്. നമ്മൾ എപ്പോഴാണോ പ്രഗ്നൻസിക്ക് റെഡി ആണെന്ന് നമുക്ക് തോന്നുന്നത്, അതിന് കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ, മെൻ്റലി റെഡി, ഫിസിക്കലി റെഡി, ഫൈനാൻഷ്യലി റെഡി, എല്ലാം ആവുമ്പോഴായിരിക്കും ഒരു ഐഡിയൽ ടൈം. അമ്മയാകണമെന്നോ അച്ഛനാകണമെന്നോ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്തൊക്കെ പ്രിപ്പറേഷനാണ് നടത്തേണ്ടത്? അതായത് പെട്ടെന്നൊരു ദിവസം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ആഹാര കാര്യത്തിലോ ജീവിതശൈലിയിലോ ഒക്കെ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ? ഓരോരുത്തരുടെ അഗെയിൻ അത് അവരവരുടെ അഭിപ്രായം ഉണ്ടാവും, എപ്പോൾ വേണം, ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിട്ട്. അങ്ങനെ മെഡിക്കലി പറയുവാണെങ്കിൽ പ്രീ കൺസെപ്ഷൻ കൗൺസിലിംഗ്, അതിപ്പോൾ നമ്മൾ ഒരുപാട് അവയർനെസ് ഉണ്ടാക്കാൻ നോക്കുന്ന ഒരു ഫേസാണ്. അതായത് പ്രഗ്നൻസി ആകണം, എനിക്കൊരു കുഞ്ഞ് വേണം എന്നാ തോന്നല്ല, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ വന്നു കഴിയുമ്പോൾ ആ കപ്പിൾ ചെന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ട് അഡ്വൈസ് എടുക്കുക. അപ്പം അഗെയിൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെ സിറ്റുവേഷൻ പല രീതിയിലാണ്. ഓരോരുത്തരുടെ ബോഡി, ഇപ്പം വണ്ണമുള്ളവർ, വണ്ണമില്ലാത്തവർ, ഷുഗർ ഉള്ളവരില്ലാത്തവർ, അല്ലെങ്കിൽ ഫാമിലിയിൽ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, ജനറ്റിക്കലി വരുന്ന അസുഖങ്ങളുള്ളവർ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് കൗൺസിൽ ചെയ്യാൻ പറ്റും ഇവരെ. പിന്നെ ജനറലി വലിയ കുഴപ്പമൊന്നുമില്ല, സൈക്കിളൊക്കെ റെഗുലറാണ്, അങ്ങനെ വേറൊരു റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും തോന്നാത്തവരാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഫോളിക് ആസിഡ് കഴിക്കാൻ പറയും. അത് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പ്രഗ്നൻസിക്ക് ഒരു 2-3 മാസം മുന്നേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതാണ് ഐഡിയൽ ആക്ച്വലി. അതുപോലെ ചില ടെസ്റ്റുകളുണ്ട്, അതായത് ഷുഗർ ഉണ്ടോ എന്ന് നോക്കാം. കാരണം നമുക്കറിയാലോ നമ്മളുടെ നാട്ടിലിപ്പം ഡയബറ്റീസ് ഒരു വലിയൊരു പോപ്പുലറാണ്, അപ്പം എല്ലാവർക്കും ഉണ്ട് ഡയബറ്റീസ്. അപ്പം അത് സ്ക്രീൻ ചെയ്യുക. തൈറോയിഡ് അതുപോലെ തന്നെ എപ്പിഡമിക്കായിട്ട് ഇപ്പോൾ കാണുന്നൊരു സംഭവമാണ്, അപ്പോൾ അത് സ്ക്രീൻ ചെയ്യുക. അങ്ങനെ 1-2 ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അത് ചെയ്ത് എല്ലാം നോർമലാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഏകദേശം ഏതൊക്കെ ടൈമാണ് ഫെർട്ടൈൽ പീരീഡ്, എപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, എങ്ങനെ ചെയ്യാം, അപ്പോൾ അതൊന്ന് അഡ്വൈസും കൂടെ കൊടുക്കുന്നതിനാണ് നമ്മൾ ഈ പ്രീ കൺസെപ്ഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ ഡയറ്റ്, ഹെൽത്തി ഡയറ്റിലേക്ക്, ഇപ്പം ആൽക്കഹോൾ, സ്മോക്കിംഗ്, അതൊക്കെ ഇപ്പോൾ വളരെ കോമൺ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിൽ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയുക. കഴിയുന്നതും ഈ ജങ്ക് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴിയുന്നതും കുറയ്ക്കാൻ പറയുക. ഒഴിവാക്കാൻ പറയാൻ നമുക്ക് പറ്റില്ല, അപ്പോൾ കുറയ്ക്കാൻ പറയുക. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയോ എക്സസൈസ്, കുറച്ചൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറാനായിട്ട് സാധാരണഗതിയിൽ പറയാറുണ്ട്. ഈ ഗർഭധാരണം നടക്കുന്നില്ലെങ്കിൽ എപ്പോഴായിരിക്കും ഒരു ഡോക്ടറെ നമ്മൾ കാണേണ്ടി വരിക? ഇപ്പോൾ സാധാരണ നമ്മൾ പറയുന്ന ഒരു വർഷം ഒരു കപ്പിൾ പ്രഗ്നൻസി
ട്രൈ ചെയ്യുവാണെങ്കിൽ ഏകദേശം 80-90% ആൾക്കാരും നാച്ചുറലി പ്രഗ്നൻ്റ് ആവാറുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഒരു 1 ഇയർ മാരിഡ് ലൈഫ് ഇല്ലെങ്കിൽ അവർ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ആയില്ലെങ്കിൽ അവർ ഡോക്ടറിനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകേണ്ടത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഓൾറെഡി അവർക്ക് എന്തെങ്കിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ PCOS ഉള്ള ആളാണ്, ഇല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആയിരിക്കാം. അങ്ങനെ പ്രഗ്നൻസി ആവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഇപ്പം സ്മോക്കിംഗ്, ആൽക്കഹോളിക്, അത് രണ്ടും മെയിൽ ഓർ ഫീമെയിൽ സൈഡിൽ ആരാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ആളാണെങ്കിൽ 1 ഇയർ വെയിറ്റ് ചെയ്തത്. അതിനു മുമ്പേ അവരൊരു 2-3 സൈക്കിൾ ട്രൈ ചെയ്തിട്ടായില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറെ കാണുന്നത് തന്നെയാണ് നല്ലത്. അല്ല ഇപ്പം പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് 1-2 മാസമായിട്ടുണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ അവർ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ട്. പക്ഷെ അവർ 2 മന്ത്സിലായില്ലെങ്കിൽ അപ്പം തന്നെ ഓടി വന്ന് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് കൂടുതലും എക്സ്റ്റേണൽ പ്രഷർ കാരണമായിരിക്കാം. അവരുടെ ഫ്രണ്ട്സിന് ഇല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ആയി, എനിക്ക് മാത്രം ആയില്ല, അങ്ങനെ പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു 1 ഇയർ ട്രൈ ചെയ്തിട്ടായില്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് നോക്കിയാൽ മതിയായിരിക്കും. ശരിക്കും ഈ പ്രഗ്നൻസിക്ക് പറ്റിയ സമയം, ഒരു സൈക്കിളിൽ പ്രഗ്നൻസിക്ക് പറ്റിയ സമയം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഇത് 30 ദിവസം ഇതിനുള്ള സാധ്യതയുണ്ട്, അതെയോ വളരെ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ? ഇല്ല, നമുക്ക് ഒരു സൈക്കിളിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ 2 ഓവറിയാണ് ഉള്ളത്. അപ്പം ഒരു ഓവറിൽ നിന്ന് ഒരു എഗ്ഗാണ് നമുക്കൊരു മാസം ഐഡിയലി റിലീസ് ആവാറുള്ളൂ. അപ്പോൾ ഈ എഗ്ഗ് റിലീസ് ആവുന്നതിനാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയുന്നത്. അത് യൂഷ്വലി നടക്കുന്നത് മിഡ് സൈക്കിൾ, അതായത് ആ ഒരു സൈക്കിളിൻ്റെ മിഡിലിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓരോരുത്തരുടെ സൈക്കിൾ ലെങ്ത് അനുസരിച്ചിട്ടിരിക്കും. ഇപ്പോൾ ഐഡിയൽ സിറ്റുവേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ 28 ദിവസമാണ് ഒരു ഐഡിയൽ സൈക്കിൾ എന്ന് പറയുന്നത്. അത് പലർക്കും വരാറില്ല. അപ്പോൾ 28 ദിവസമാണെങ്കിൽ ഏകദേശം 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കുന്നത്. അപ്പം ഈ എഗ്ഗ് റിലീസായി കഴിഞ്ഞാൽ അതിനൊരു വയബിലിറ്റി, അതായത് അത് എലൈവായിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്നത് 1 ദിവസം 2 ദിവസം വരെയുള്ളൂ മാക്സിമം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഈ പറഞ്ഞ കൂട്ട് ഫെർട്ടിലൈസേഷൻ നടക്കണം. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ട്രൈ ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ക്രൂഷ്യൽ. അപ്പം എങ്ങനെ ഇത് കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആപ്സ് ഉണ്ട്. നമുക്കിപ്പം സൈക്കിൾ അപ്പോൾ ലെങ്ത് ഇടുവാണെങ്കിൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി കാണും. അല്ലെങ്കിൽ നമുക്ക് കിറ്റ്സ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഓവുലേഷൻ്റെ ആ ഒരു ഫെർട്ടൈൽ പീരീഡ് അതിൽ കാണിക്കും. അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മളൊരു മെൻസ്ട്രൽ കലണ്ടർ ഇടുക. അപ്പോൾ ഈ മെൻസ്ട്രൽ കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസം നമുക്ക് പീരിയഡ് ആകുന്ന ആ ഡേറ്റ് കുറിച്ച് വയ്ക്കുക. എന്നിട്ട് എത്ര സൈക്കിൾ ലെങ്ത്താണ് നമുക്കുള്ളതെന്ന് നോക്കുക. അപ്പം ചിലപ്പോൾ 30 ആകാം, ചിലപ്പോൾ 35 ആകാം. അപ്പോൾ ആ സൈക്കിൾ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് ഓവുലേഷൻ പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഒരു എഗ്ഗ് റിലീസായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 14ാമത്തെ ദിവസം നമുക്ക് 14 ഡേയ്സിലാണ് നമുക്ക് പീരിയഡ്സ് വരിക. അതായത് നമുക്ക് ആ സൈക്കിളിൻ്റെ ആ എഗ്ഗ് റിലീസായ 14ാം ദിവസത്തിൽ നമുക്ക് പീരിയഡ്സ് വരും. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഒരു അടുത്ത പീരീഡ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ എനിക്ക് 14ാം തീയതി ആയിരിക്കും എൻ്റെ പീരിയഡ്സ് വരുന്നത് എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ ഏകദേശം 1ാം തീയതി ആയിരിക്കും ഓവുലേഷൻ ഡേറ്റ് വരിക. അപ്പോൾ അതിനൊരു 3 ഡേയ്സ് ബിഫോർ, അത് കഴിഞ്ഞിട്ടൊരു 3 ഡേയ്സ്, ആ ഒരു 1 വീക്കിലെ ടൈം പീരീഡിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ്, എല്ലാ ദിവസവും വേണമെന്നില്ല, ഓൾട്ടർനേറ്റ് ഡേയ്സ് ട്രൈ ചെയ്താൽ പ്രഗ്നൻസിക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഒരു റെഗുലർ പീരിയഡ്സ് ഉള്ള ആളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 28 ഡേയ്സ് ഇല്ലെങ്കിൽ 35 ഡേയ്സിൻ്റെ ഉള്ളിലുള്ള ആളാണെങ്കിൽ എപ്പോഴും നമ്മൾ അഡ്വൈസ് സിമ്പിൾ ഇതായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ വിതൗട്ട് കിഡ്സ് ഒന്നും ഇല്ലാതെ നോക്കാൻ പറയുവാണെങ്കിൽ ഒരു മേ ബി ഒരു 10th or 11th ഡേ ഓഫ് ദ സൈക്കിൾ തൊട്ട് ആ ഒരു നെക്സ്റ്റ് 10 ഡേയ്സ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് 1 വീക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് ട്രൈ ചെയ്യാം. പക്ഷെ പലപ്പോഴും സൈക്കിൾസ് റെഗുലർ ആയിരിക്കില്ല. അങ്ങനത്തെ ആൾക്കാർക്കാണ് കൂടുതലും നമുക്ക് ഈ ഒരു എന്താ പറയുക, എപ്പോഴാണ് ആ ഒരു ഫെർട്ടൈൽ വിൻഡോ വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ കൂടുതലും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ഇത് സ്കാൻ ചെയ്ത് നോക്കി ഫോളിക്കിൾ ഗ്രോത്ത് ആവുന്നുണ്ടോ, എഗ് റിലീസ് എപ്പോഴാണ് ഏകദേശം ആവുന്നതെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ചിലർക്ക് ചെറിയ സിംറ്റംസ് വരാം ഈ ഓവുലേഷൻ സമയത്ത്. ലൈക്ക് ഡിസ്ചാർജിന് വ്യത്യാസം വരാം, ചിലർക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ പെയിൻ വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കുറേയൊക്കെ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഫെർട്ടൈൽ പീരീഡ്.
അതുപോലെ ഈ കുഞ്ഞിന് നമ്മുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റുമോ, വെളിച്ചമൊക്കെ കാണാൻ പറ്റുമോ? അതായത് നമ്മളെ സ്ഥിരമായി സംസാരിക്കുന്ന ആൾക്കാരുടെ ശബ്ദം മനസ്സിലാവുകയൊക്കെ ചെയ്യുമോ ഈ കുട്ടിക്ക്? അതെ, അങ്ങനെ ഒരു വെച്ചാൽ പല പല സ്റ്റഡീസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നല്ല മ്യൂസിക് കേൾക്കുകയാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ ഗ്രോത്തിന് നല്ലതാണ്. നമുക്ക് ഈ അടുത്തൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിലും ഇപ്പോൾ ഒരുപാട് എന്താ പറയുക കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. കാരണം ഇത് ആശുപത്രിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ ഗർഭിണിക്ക് അത് വെച്ചുകൊണ്ടിരിക്കാം വീട്ടിൽ റിലാക്സ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഗ്രോത്ത് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് പൊതുവെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ സയൻസ് ബാക്ഡ് ആയിട്ട് പറയുവാണെങ്കിൽ ലൈറ്റിന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ കേൾവി ഒരു 5 months കഴിയുമ്പോഴേക്കും ബേബിക്ക് കേൾവി തുടങ്ങും എന്നുള്ളതാണ് ഇപ്പം പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ വയലന്റ് മൂവീസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ചിലപ്പോൾ ആ ഒരു പറയാറുണ്ട്. പഴയ കാലത്തെ ആൾക്കാർ പറയുവാണെങ്കിൽ 7 months ആകുമ്പോഴേക്കും കുപ്പിവള ഇടണം എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ആ ഒരു ടിങ്ക്ലിംഗ് സൗണ്ട്, അത് ബേബിക്ക് ഒരു റീഅഷുറൻസ് എന്നുള്ള രീതിയിലായിരുന്നു പണ്ടത്തെ ആൾക്കാർ അത് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും മദറിൻ്റെ ഹാർട്ട് ബീറ്റാണ്. അപ്പോൾ ആ ഒരു സെയിം റീഅഷുറൻസ് ആണ് ബേബിക്ക് ആഫ്റ്റർ ബർത്ത്. നമ്മളിപ്പം കൂടുതലും എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്ന സ്കിൻ ടു സ്കിൻ കോൺടാക്ട്. ഡെലിവറി ആയ ഉടനെ ബേബീനെ മദറിൻ്റെ ചെസ്റ്റിലോട്ട്, അപ്പോൾ കുഞ്ഞിന് ആ ഒരു വോംത്ത്, മദറിൻ്റെ വോംത്ത് പ്ലസ് ആ ഒരു ഹാർട്ട് ബീറ്റ്, മദറിൻ്റെ ഹാർട്ട് ബീറ്റും കൂടെ കേൾക്കാനുള്ള ഒരു കുറച്ചും കൂടെ ബേബീസ് കാമായിരിക്കും. അപ്പം ഈ ഡ്യൂ ഡേറ്റ് ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അത് അഗെയിൻ സൈക്കിൾ റെഗുലർ ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പം നമ്മൾ ആ പീരീഡ് തുടങ്ങിയ ഫസ്റ്റ് ഡേ തൊട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്ലസ് ഒരു 9 months and 7 days നമുക്ക് ഡേറ്റ് കിട്ടും, ഡെലിവറി എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ്. പിന്നെ ഉള്ളത് നമുക്ക് സ്കാനിലാണ്. ഈ പറഞ്ഞോട്ട് സൈക്കിൾസ് റെഗുലർ അല്ല, ഇപ്പോൾ ഈവൻ റെഗുലർ ആണെങ്കിലും ചിലപ്പോൾ ആ സമയത്ത് ഓവുലേഷൻ കുറച്ച് വൈകി നടക്കുന്ന സൈക്കിൾ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡേറ്റ് മാറി വരാറുണ്ട്. അപ്പോൾ യൂഷ്വലി 3rd month സ്കാനിലാണ് നമ്മൾ ഡേറ്റ് ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന ഡേറ്റ് ആയിരിക്കും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വരുന്നത്. അതിൽ ഡേറ്റ് നമുക്ക് മനസ്സിലാവും, കുട്ടിയുടെ ഗ്രോത്ത് അനുസരിച്ചിട്ട് കുഞ്ഞിൻ്റെ മെഷർമെൻ്റ് എല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് കുഞ്ഞിൻ്റെ മെഷർമെൻറ്റ്സ് ചെറുതായിരിക്കും, അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിരിക്കും, അതായത് എറർ കുറവായിരിക്കും. അപ്പോൾ മുന്നോട്ടുള്ള സ്കാൻസ് വരുമ്പോൾ മെഷർമെൻറ്റ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് എററും കൂടും. അതുകൊണ്ട് ഡേറ്റിംഗ് എപ്പോഴും നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്കാനിൽ തന്നെയാണ്. ഈ നമ്മുടെ ഡേറ്റിംഗ് മാഡം പറഞ്ഞ പോലെ നമ്മൾ പീരിയഡ്സിന്റെ ഫസ്റ്റ് ഡേ വെച്ചാണ് നോക്കുന്നത്. അപ്പോൾ പലപ്പോഴും അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ഏർലി പ്രഗ്നൻസി, ഇപ്പം ചില ആൾക്കാർ കല്യാണം കഴിഞ്ഞ ഉടനെ പ്രഗ്നന്റ് ആവുന്ന ആൾക്കാരുണ്ട്. അവരുടെ പീരിയഡ്സ് ചിലപ്പോൾ കല്യാണത്തിന് മുമ്പായിരിക്കും, ജസ്റ്റ് ഒരു മേ ബി 2 weeks മുമ്പൊക്കെ ആയിരിക്കാം. പക്ഷേ അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും 6 weeks ഗ്രോത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ അതെങ്ങനെ സംഭവിച്ചു ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ പീരിയഡ്സിന്റെ ഡേറ്റ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 6 weeks എന്ന് പറയുമ്പോൾ മേ ബി കൺസീവ് ചെയ്തത് 4 weeks മുമ്പ്, അതായത് ഒരു 2 weeks കഴിഞ്ഞിട്ട്, പീരിയഡ്സിന്റെ ഒരു 2 weeks കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത് പലപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. ചിലരൊന്ന് പറയും ഈ സമയത്തല്ലോ ഞങ്ങൾ കോണ്ടാക്ട് അങ്ങനെയല്ല. ശരി, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ഒരു അറിഞ്ഞിരിക്കണം നമ്മൾ, അതായത് ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ PCODയും PCOSും പോലെയുള്ള ആൾക്കാർ നമ്മളൊന്ന് മെൻഷൻ ചെയ്തിരുന്നു മുന്നേ, അവർക്ക് ഈ പ്രഗ്നന്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ മുൻപേ ട്രീറ്റ്മെന്റ് എടുക്കണോ, എന്താ അവർ ചെയ്യേണ്ടത്? ഇപ്പോൾ PCOD എന്നുള്ളത് വളരെയധികം എന്താ പറയുക മിസ്യൂസ് ചെയ്തപ്പെട്ടിട്ടുള്ള ഒരു ടേം ആയിട്ടാണ്, ഓവർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. കാരണം ആര് വന്നാൽ പറയും എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പം ചുമ്മാ സ്കാൻ ചെയ്യുക, സൈക്കിൾ തെറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കിൾസ് റെഗുലർ ആയിട്ടുള്ളവർ പോലും വേറെ എവിടെയെങ്കിലും സ്കാൻ ചെയ്തിട്ട് PCOD എന്ന് എഴുതി റിപ്പോർട്ട് കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കത് ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടത്, PCOS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിൻഡ്രോമാണ്. അത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഹോർമോണൽ സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് വേണം നമ്മളത് ഡയഗ്നോസ് ചെയ്യാനായിട്ട്. അപ്പോൾ PCOS ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സൈക്കിൾസിൽ എന്തെങ്കിലും അവർക്കൊരു ഹോർമോണൽ ഇറഗുലാരിറ്റിയാണ്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് എഗ് ഉണ്ടാകുന്നില്ല, സൈക്കിൾ കറക്റ്റായിട്ട് വരുന്നില്ല, അമിതമായി വണ്ണം വെക്കുന്നു, ഹെയർ ഗ്രോത്ത് എക്സസ് ആയിട്ട് വരുന്നു, അതായത് ഒരു മാസ്കുലിൻ ഫീച്ചേഴ്സ് വരുന്നു. അതൊക്കെയാണ് ഒരു PCOSൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീക്ക് കൺസീവ് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് PCOS ഉള്ള ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവർ നേരത്തെ കൂട്ടി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ ഹോർമോൺസിൻ്റെ ഇറഗുലാരിറ്റിയൊക്കെ കുറച്ച് കറക്റ്റാക്കി സൈക്കിൾ, എന്നിട്ട് വേണം അവർ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യാൻ. പക്ഷെ അങ്ങനെ പറയുമ്പോഴും
എല്ലാ PCOD ഈ പറഞ്ഞോട്ട് കറക്റ്റ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് സമയം നഷ്ടം വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് പീരീഡിൽ എടുക്കുക, എന്നിട്ട് സക്സസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. PCOS ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ബുദ്ധിമുട്ട് വരണം എന്നില്ല. PCOS എന്ന് ഡയഗ്നോസ് ചെയ്ത ഉടനെ എന്തായാലും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കുറച്ച് ഷോർട്ട് ഡ്യൂറേഷൻ ട്രൈ ചെയ്തിട്ട് ആയില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നുള്ളതാണ്. പിന്നെ മെയിൻലി PCOSൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നത് ഒബീസിറ്റിയാണ്, വെയിറ്റ് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ വെയിറ്റ് റിഡക്ഷൻ ആണ് മെയിൻ തിങ്. അപ്പോൾ അവരുടെ പ്രസൻറ്റ് വെയിറ്റ് എന്നൊരു 5% വെയിറ്റ് അവർ കുറച്ചാൽ തന്നെ അവരുടെ ഫെർട്ടിലിറ്റി ഓൾമോസ്റ്റ് ഡബിൾ ചെയ്യും. അപ്പോൾ ആ ഒരു വെയിറ്റ് ലോസ്, ആ ഒരു ഫസ്റ്റ് തിങ് നമ്മളെപ്പോഴും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തന്നെ ആയിരിക്കണം. വെയിറ്റ് റിഡക്ഷൻ, ഡയറ്റ് മാനേജ്മെൻറ്റ്, എക്സസൈസ്. അപ്പം PCOSന് മെയിൻലി പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും. വെയിറ്റ് ട്രെയിനിങ്, എറോബിക്സ്, ഇത് മാറി മാറി ചെയ്യാന്നുള്ളതാണ് അതിന് മെയിൻലി ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്താൽ തന്നെ പലപ്പോഴും നമുക്ക് റിസൾട്ട്സ്, നല്ല രീതിയിൽ റിസൾട്ട്സ്, ഈവൻ നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അവർ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത ആൾക്കാർക്ക് കുറച്ചും കൂടെ ഫാസ്റ്റർ ആയിട്ടായിരിക്കും റിസൾട്ട്സ് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. പിന്നെ അതേപോലെ ട്രീറ്റ്മെൻറ്റ് സ്പെസിഫിക് ടു അവരുടെ കംപ്ലയിൻസ് ആയിരിക്കും. ഇപ്പോൾ ഒരു ഫെർട്ടിലിറ്റി പ്രോബ്ലം ആയിട്ട് വരുന്ന PCOS ആണെങ്കിൽ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. അവർക്ക് ഇപ്പം പ്രഗ്നൻസി ആവാൻ ഉദ്ദേശമില്ല, പക്ഷേ പീരിയഡ്സ് കറക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും. ഇല്ല അവർക്ക് ആക്നെ ഇല്ലെങ്കിൽ എക്സസ് ഹെയർ ആണ് അവരുടെ സിംറ്റംസ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ PCOS ആണെങ്കിൽ ഇന്ന ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു ഡെഫിനറ്റ് സംഭവമില്ല. അവരുടെ സിംറ്റംസ് അനുസരിച്ചിട്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവുക. അതുപോലെ ഇപ്പോൾ ഭയങ്കരമായി കൂടുതലായി കേൾക്കുന്ന ഒരു വാക്കാണ് എഗ് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഏത് പ്രായത്തിൽ ആണ് ഇത് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ പറയാൻ പറ്റുമോ? എന്താണ് എഗ് ഫ്രീസിങ് മെയിൻലി ചെയ്യുന്നത്? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണ്, എനിക്കിപ്പോൾ പ്രഗ്നൻസി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തെങ്കിലും അവരുടേതായ പേഴ്സണൽ കാരണം കൊണ്ട് അവർക്കിപ്പോൾ പ്രഗ്നൻസി ഇപ്പം നോക്കണ്ട, കുറച്ച് കഴിഞ്ഞ് മതി. പക്ഷെ അപ്പോഴും നമുക്കൊരു കൺസേൺ വരുന്നത് നാളെ എനിക്ക് കൺസീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഈ എഗ്ഗ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് അത് എടുത്ത് ഫ്രീസ് ചെയ്യാം. അത് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് പിന്നീട് എപ്പോഴാണോ അവർ റെഡി ആകുന്ന പ്രഗ്നൻസിക്ക് ആ സമയത്ത് അവർക്കത് IVF കൂടെ അല്ലെ പ്രഗ്നൻസി ആകാം. ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്യാൻസർ വന്ന സ്ത്രീകൾ. അപ്പോൾ ഈ ക്യാൻസർ വന്ന സ്ത്രീകളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ക്യാൻസറിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ റേഡിയേഷൻ ആണെങ്കിലും കീമോതെറാപ്പി, ഈ ഓവറി എഗ്ഗ് എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതിൻ്റെ ഡാമേജ് വളരെ പെട്ടെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് ഉള്ളവരും ഈ പറഞ്ഞ പോലെ എഗ്ഗ് ഫ്രീസ് ചെയ്ത് അവരുടെ ക്യാൻസർ കാരണം പല ക്യാൻസേഴ്സ് തുടങ്ങുന്നതിന് മുമ്പേ എഗ് ഫ്രീസിങ് എഗ് ഫ്രീസ് ചെയ്തിട്ട്, കാരണം പല ക്യാൻസേഴ്സും നമുക്കിപ്പോൾ 100% ക്യൂറബിൾ ആണ് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവരൊരു ക്യാൻസർ ഫ്രീ ആണ് എന്ന് അറിഞ്ഞതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ സ്റ്റേബിൾ ആകുമ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയും എഗ് ഫ്രീസിങ് ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പുകൾ രണ്ടാവുന്നത് അതൊരു കോംപ്ലിക്കേഷൻ പറയാറുണ്ട്. അതിൻ്റെ ഒരു ഈ ബ്ലഡ് ഗ്രൂപ്പുകളുടെ ഡിഫറൻസ്, അതിൻ്റെ ഒരു കാര്യം ഒന്ന് പറയൂ. ബ്ലഡ് ഗ്രൂപ്പ് സാധാരണ പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നത് യൂഷ്വലി മദറിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആകുമ്പോഴാണ്. ഒരു പ്രഗ്നൻസി ഇല്ലെങ്കിൽ ഡെലിവറി സമയത്ത് എപ്പോഴായാലും ബ്ലഡ് എക്സ്ചേഞ്ച് നടക്കും. മദർ ആൻഡ് ബേബി തമ്മിലുള്ള, ബേബി ടു മദറുള്ള ബ്ലഡ് ചിലപ്പം എക്സ്ചേഞ്ച് നടക്കാം, പ്രത്യേകിച്ച് ബ്ലീഡിങ് ഉള്ള സമയത്ത് ഇല്ലെങ്കിൽ ഡെലിവറി സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു ഫസ്റ്റ് ടൈം മദറിന് ചിലപ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് ആ ഒരു ബേബിക്ക് ഉണ്ടാവില്ല. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി ആൻഡ് സബ്സിക്വൻറ്റ് പ്രഗ്നൻസീസിൽ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ മദറിന് ബേബിയുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടി വരാം. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡ് മിക്സിങ് നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു പ്രഗ്നൻസി ആകുമ്പോഴേക്കും ചിലപ്പം ബേബിക്ക് യൂട്രസിന് അകത്തുള്ളപ്പോൾ തന്നെ ബ്ലഡ് സെൽസ് ലൈസ്ഡ് ആവാം. അതായത് ബ്ലഡ് അവരുടെ അനീമിയ വരാം, ബേബിക്ക് അനീമിയ വരാം, ജോണ്ടിസ് കൂടാം, ഒത്തിരി കൂടുതലായിട്ട് ജോണ്ടിസ് വരാം. അത് കാരണം ഹാർട്ടിലും ലിവറിലും ലങ്സിനും എല്ലാം പല പല ഏരിയാസിലും ഫ്ലൂയിഡ് കളക്ഷൻ, വാട്ടർ കളക്ഷൻ ചിലപ്പോൾ വരാം. അപ്പോൾ അത് ചിലപ്പോൾ അടുത്ത പ്രഗ്നൻസിയിൽ ലൈഫ് എൻഡേഞ്ചറിങ് ആയിരിക്കാം അടുത്ത വരുന്ന പ്രഗ്നൻസിയിലുള്ള ബേബിക്ക്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലത്തെ
ഇഞ്ചെക്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അതുപോലെ ഈ പല ഹോസ്പിറ്റലുകളിലും ഹസ്ബൻഡ് ഒപ്പം കയറുന്ന അത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ശരിക്കും അത് എത്രത്തോളം സപ്പോർട്ടിങ്? ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഡെഫിനറ്റ്ലി സപ്പോർട്ടീവ് ആണ്. കാരണം ഇതിൽ അവർ ഏറ്റവും ഒരു പ്രഗ്നന്റ് മദർ ഇല്ലെങ്കിൽ ബർത്തിങ് മദർ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഹസ്ബൻഡിന്റെ സപ്പോർട്ടാണ്. ഇപ്പോൾ എത്ര അറിയുന്ന ഡോക്ടർ ആണെങ്കിലും എത്ര നല്ല ലേബർ റൂം ആണെങ്കിലും ഹസ്ബൻഡ് കൂടെ നിന്ന് കുഴപ്പമില്ല നിനക്ക് ചെയ്യാൻ പറ്റൂന്ന് പറയുന്ന ആ ഒരു കോൺഫിഡൻസ്, അതാണ് അവരുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതിപ്പോൾ രണ്ടുപേരുടെയും കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിനെ പുറത്ത് നിർത്തിയിട്ട് വൈഫ് മാത്രം ഇതെന്താന്നുള്ളത് അറിയുന്നതിൽ കാര്യമില്ല. അപ്പം എന്തായാലും ഹസ്ബൻഡ്സ് കൂടെ നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് നല്ലത്. കാരണം നമുക്ക് എന്തുണ്ടെങ്കിലും അപ്പൊ തന്നെ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എന്താണ് സംഭവിക്കുന്നത്. ചില ഹസ്ബൻഡ്സ് ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവാണ്. കാരണം അപ്പൊ നമ്മളിപ്പോ വെർബലി കൊടുക്കേണ്ടി വരുമല്ലോ, പുഷ് ചെയ്യോ അല്ലെങ്കിൽ കാമായിട്ട് കിടക്കൂ എന്ന് പറയുന്ന സ്ഥലത്ത് പുള്ളി നിന്നിട്ട് ചെയ്യുന്ന ആ ഒരു എൻകറേജ്മെന്റ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് ഒരു ഡെലിവറി കഴിയുമ്പോൾ ആ ഒരു ഫാദറിന് വലിയൊരു റോളില്ല, അവർക്കറിയില്ല എന്താ ചെയ്യണ്ടേ. ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ വൈഫിനെ ഞാൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബേബിനെ ഞാൻ എങ്ങനെ, ഈവൻ പലപ്പോഴും ഡൈപ്പർ മാറ്റാൻ പോലും അറിയാത്ത ഫാദേഴ്സ് ഉണ്ട്. അപ്പൊ അത് കാരണം സൊസൈറ്റി അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തിരിക്കുക. അവർക്ക് പ്രഗ്നൻസി ആകുമ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇല്ലെങ്കിൽ ലേബർ റൂമിൻ്റെ അകത്ത് ഇങ്ങനെയാണ് നടക്കുന്നത്, നിങ്ങളുടെ വൈഫ് ഇത്രയും പെയിൻ ആണ് സഹിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഐഡിയയും അവർക്ക് ഉണ്ടാവില്ല. പോസ്റ്റ് ഡെലിവറിയും ആരും അവരെന്തെങ്കിലും ബേബിക്ക് വേണ്ടി ചെയ്യുന്നുള്ളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവരുടെ ഫാദേഴ്സ് ആയിരിക്കും, അവരും ഇതേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ആ ഒരു ട്രെൻഡ് ഇപ്പം പതുക്കെ മാറി വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അതിൽ കൂടുതലും ഈ ആന്റിനേറ്റൽ ക്ലാസ്സസ്, നമ്മളിപ്പോൾ ഓരോ ഹോസ്പിറ്റൽസിൽ ആന്റിനേറ്റൽ ക്ലാസ്സസ് ഉണ്ട്. അവിടെ ഭാര്യയും ഭർത്താവും രണ്ടുപേരായിരിക്കും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അവർക്ക് കൂടുതലും ഓക്കെ ഇങ്ങനെയാണ് ലേബർ റൂം, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട്. ശരിക്കും അവർ തമ്മിലുള്ള ഒരു ബോണ്ടിലും നല്ല വ്യത്യാസം. അത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ബോണ്ടിലാണെങ്കിലും ഫാദർ ആൻഡ് ബേബി ബോണ്ട് ആണെങ്കിലും നല്ല രീതിയിൽ അത് വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ കൂടുതലും അവർ ഇമോഷണലി ഇൻവോൾവ് ആവുന്നുണ്ട് ആ ഒരു പ്രഗ്നൻസി എന്ന് പറയുമ്പോഴേക്ക്. ഇതൊരു സ്ത്രീയുടെ മാത്രം കടമയല്ല, ഇത് എൻ്റെയും ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് ഐ തിങ്ക് ഹസ്ബൻഡ്സ് കൂടെ നിൽക്കുമ്പം കൂടുതലും അവർക്കറിയാം. പിന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ആരും അങ്ങനെ അവിടെ വന്ന് തലകറങ്ങി വീടാറൊന്നുമില്ല. വളരെ റെയർ ആയിട്ടാണ് അങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കാറുണ്ട്, പക്ഷെ വളരെ റെയർ ആയിട്ടാണ്. അപ്പോൾ സിനിമയും റിയാലിറ്റിയും വളരെയധികം വ്യത്യസ്തമാണ്. ഈ അടുത്തൊരു ഡെലിവറിക്ക് ഭയങ്കര കോപ്പറേറ്റീവ്, ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഒരു ഹസ്ബൻഡ് നിന്ന് ഡെലിവറി കഴിഞ്ഞു, സ്യൂച്ചറിങ് ഒക്കെ സ്റ്റിച്ചെല്ലാം കഴിഞ്ഞ് ആളെ റിലാക്സ് ചെയ്തിട്ട് പുറത്തു പോയിട്ട് പുള്ളിയുടെ അമ്മേനെ കയറി കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഇത് ഞാൻ പിന്നെ അറിയുന്നേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് പുള്ളി റിയലൈസ് ചെയ്യുന്നത് എത്ര പെയിൻ എടുത്തിട്ടാണ് ഒരു ലേഡി പ്രസവിക്കുന്നതെന്നുള്ളത്. അപ്പം ദ വേ ഇറ്റ് വുഡ് ഹാവ് ചേഞ്ച്ഡ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചേഞ്ചാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് എനിക്ക് തോന്നുന്ന ഒരു നല്ല ട്രെൻഡാണ് ഹസ്ബൻഡ്സ് അകത്ത് കയറുന്നത്. പ്രസവത്തോടെ അമ്മ മരിച്ചു, കുഞ്ഞ് മരിച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മളിപ്പം കാണുന്നുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അങ്ങനെ ഒരു റിസ്ക് എല്ലാ പ്രഗ്നൻസിയിലും അല്ല എല്ലാ ഡെലിവറിയിലും ഉണ്ടോ? എല്ലാ ഡെലിവറിയിലും ഉണ്ട്. കാരണം ഒബ്സ്റ്ററ്റിക്സ് ഇസ് ഫുൾ ഓഫ് സർപ്രൈസസ് എന്നാണ് പറയുന്നത്. നമുക്ക് ഏത് ഘട്ടത്തിൽ പ്രഗ്നൻസി നമുക്കെതിരെ തിരിയും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഡെലിവറി അതുപോലെ തന്നെ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ഡെലിവറി എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതായത് ഗർഭപാത്രം വികസിക്കണം, കുഞ്ഞിൻ്റെ ഹെഡ് ഇറങ്ങി വരണം, അത് കറക്റ്റ് പൊസിഷനിൽ ഇറങ്ങി വന്നിട്ട് വേണം പ്രസവം നടക്കാൻ. ഈ പ്രസവം നടന്നു കഴിഞ്ഞാലും മറുപിള്ള വരണം. അപ്പോൾ ഈ ഇത്രയും ഒരു ആവറേജ് ഒരു 3 കിലോ കുഞ്ഞ് കിടന്നിരുന്ന ആ ഗർഭപാത്രമാണ് ചുരുങ്ങി ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ സൈസിൽ വരേണ്ടത്. അപ്പോൾ ആ ഓരോ പ്രോസസ്സിലും എവിടെ വേണമെങ്കിലും നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാം. ഒന്നുമില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹെഡ് സ്റ്റക്കാവാം, ചിലപ്പോൾ ഹെഡ് വന്ന് ഷോൾഡർ സ്റ്റക്കാകാം, അല്ലെങ്കിൽ കുഞ്ഞ് ഇറങ്ങി വരാൻ ഡിഫിക്കൽട്ടി ഉണ്ടാകാം, അല്ലെങ്കിൽ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മറുപിള്ള വിട്ട് വന്നില്ലെന്ന് വരാം, ഗർഭപാത്രം ചുരുങ്ങിയില്ല എന്ന് വരാം. അപ്പോൾ ഇതെല്ലാം ഓരോ ഇഞ്ചുറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ബ്ലീഡിങ്, രക്തസ്രാവം ഉണ്ടാവാനുള്ള ചാൻസസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഡെഫിനറ്റ്ലി അമ്മയുടെ ഹെൽത്തിനെ ബാധിക്കാം, കുഞ്ഞിൻ്റെ ഹെൽത്തിനെയും ബാധിക്കാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ ലേബർ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ സ്ട്രെസ്സാണ് കുഞ്ഞിനാണെങ്കിലും. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞിന് ആ സ്ട്രെസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന് വ്യത്യാസം കുറവ് വരാം, മഷിയിടാം.
അപ്പോൾ ഈ മഷി എന്ന് പറയുന്നത് എഗെയിൻ അതൊരു കെമിക്കലാണ്. അത് കുഞ്ഞ് ലങ്സിലേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പം ഓരോ സ്റ്റെപ്പിലും നമുക്ക് കോംപ്ലിക്കേഷൻസ് വരാം. അത് ചിലപ്പം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾക്കായിരിക്കും ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഹോസ്പിറ്റൽ ഡെലിവറി തന്നെയാണ് സേഫ്. യെസ്, ഇപ്പം വീടുകളിലൊക്കെ ഡെലിവറി ചെയ്യുന്നത് വളരെ, കേരളത്തിൽ അത് ഭയങ്കര സംസാര വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അത് കോമൺ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഡേറ്റ പറയുന്നതും. അതപ്പം ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യേണ്ടത്? അതിൻ്റെ ഒരു ആവശ്യകത, ഒരു പ്രാധാന്യം. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്കിപ്പോൾ ആ കറക്റ്റ് സമയത്ത് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്കതനുസരിച്ചിട്ട്, ഇപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു, നമുക്ക് സിസേറിയൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെടുത്തത് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ചെയ്യുന്നത് വരെ ആ ഒരു ഡിലേ വരുവാണ്. അപ്പോൾ ആ ഒരു ഡിലേ വരുമ്പോൾ കുഞ്ഞിന് എത്ര രീതിയിൽ സീരിയസ് ആകാം എന്നുള്ളത് നമുക്കറിയില്ല. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അതുപോലെ തന്നെ രക്തസ്രാവം എല്ലാം നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരുപാട് ബ്ലീഡ് ചെയ്ത് രക്തം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ആ സ്ത്രീനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള ചാൻസസ് വളരെ കുറയും. അപ്പോൾ ഹോസ്പിറ്റൽ ഡെലിവറി ആകുമ്പോൾ നമ്മൾ അതാത് സമയം കറക്റ്റായിട്ട് എന്താണ് നമ്മൾ അതിന് ചെയ്യേണ്ട റെമഡി, അപ്പോൾ അത് ചെയ്യുക. ഇപ്പോൾ സിസേറിയൻ വേണോ, സിസേറിയൻ ചെയ്യുക. അല്ലെങ്കിൽ യൂട്രസ് ബ്ലീഡ് ചെയ്യുന്നുണ്ട്, അതിന് വേറെ എന്തെങ്കിലും മരുന്നുകൾ കൊടുക്കണോ? കാരണം വീട്ടിലാകുമ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റണം എന്നില്ല, മോണിറ്റർ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഹോസ്പിറ്റൽ ഡെലിവറിയാണ് എപ്പോഴും സേഫായിട്ട് വരുന്നത്. അത് തന്നെയാണ്. അതെ അതെ അതെ. ഓക്കെ. അതുപോലെ ഒരിക്കൽ സിസേറിയൻ നടത്തി, അല്ലെങ്കിൽ ഫസ്റ്റ് ഡെലിവറി സിസേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് സെക്കൻഡ് ഡെലിവറിയും അങ്ങനെ തന്നെ വേണ്ടി വരും എന്ന് പറയാറുണ്ട്. അതല്ലാണ്ട് നമുക്ക് നോർമൽ ഡെലിവറി നടത്താനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ? അതിനാണ് നമ്മൾ VBAC എന്ന് പറയുന്നത്, അതായത് വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ. അപ്പം ആദ്യത്തെ സിസേറിയൻ എന്ത് കാരണത്താൽ ചെയ്തു എന്നുള്ളതാണ് ആദ്യം ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ആ കാരണങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത പ്രഗ്നൻസിയിൽ വരണമെന്നില്ല. ഒന്നെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് കൂടുതൽ, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പ്രസൻറ്റേഷൻ, അതായത് നമുക്കറിയാം നോർമൽ ഡെലിവറി നടക്കണമെങ്കിൽ ഹെഡ് താഴോട്ട് വരണം, ഹെഡാണ് താഴോട്ട് വരേണ്ടത്. അപ്പോൾ ചിലപ്പോൾ കാലായിരിക്കാം താഴോട്ട് വരുന്നത്, അല്ലെങ്കിൽ കുഞ്ഞ് വട്ടം കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് നോർമൽ ഡെലിവറി പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിസേറിയൻ ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് മഷി ഇട്ടു കുഞ്ഞ്, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെ സിസേറിയൻ ചെയ്ത്. അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെ കൊണ്ട് സിസേറിയൻ ചെയ്യുന്നവർ ചിലപ്പം അടുത്തതിൽ നമുക്ക് നോർമലായിട്ട് നാച്ചുറലായിട്ട് വരാം. ഒരു എമർജൻസി സിറ്റുവേഷനിൽ ചെയ്തതാണെങ്കിൽ അത് റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഒരു റീസൺ കൊണ്ടല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാം. ഈ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ആൾക്കാർ പേടിക്കുന്നതെന്ന് വെച്ചാൽ, പ്രീവിയസ് സിസേറിയൻ്റെ ഒരു സ്കാർ ഉണ്ടാവും. അപ്പോൾ ആ സ്കാർ ഇൻ ലേബർ, ഒരാളുടെ ഇൻ ലേബർ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ സ്കാർ റപ്ചർ ആവാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത എന്ന് പറയുന്നത് ഒരു 0.5%. അതായത് ഒരു 200 പേര് ഇതുപോലെ സിസേറിയൻ ഉള്ള ആൾക്കാരിൽ ചിലപ്പോൾ ഒരാൾക്ക് നോർമൽ ട്രയൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ റപ്ചർ സംഭവിക്കാം. അപ്പം പക്ഷെ അത് ആർക്കായിരിക്കും സംഭവിക്കുന്നതെന്നുള്ളത് ചിലപ്പോൾ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. അതിൽ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രഗ്നൻസീസ് ആണെങ്കിൽ ചിലപ്പോൾ ചാൻസസ് കൂടുതലാണ്. ഒന്നിൽ കൂടുതൽ സിസേറിയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ സ്കാർ റപ്ചർ ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എല്ലാവർക്കും സിസേറിയൻ ആണെങ്കിൽ അടുത്തതും സിസേറിയൻ ആവണം എന്നുള്ളത് ഒരു 100% സംഭവമല്ല. നമ്മൾ ട്രയൽ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 80% ആൾക്കാർക്കും ചിലപ്പോൾ നോർമൽ ഡെലിവറി വിതൗട്ട് എനി കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ സംഭവിക്കാം. പക്ഷേ സ്കാർ റപ്ചർ ആവുകയാണെങ്കിൽ അതൊരു എമർജൻസി സിറ്റുവേഷനാണ്. അപ്പം അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് 24 hours ഡോക്ടർ, 24 hours നഴ്സസ്. ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഗൈനക്കോളജിസ്റ്റും പീഡിയാട്രീഷ്യൻസും അനസ്തെറ്റിസ്റ്റും 3 പേരും എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. നമുക്ക് ബ്ലഡിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ഉള്ള സ്ഥലങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു മദറിന് അത്രയും മോട്ടിവേറ്റഡ് ആണെന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. ഇനിയും ലാസ്റ്റത്തെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഇത്രയും ഡെലിവറികൾ എടുത്ത് ഇത്രയും കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത ഡോക്ടർമാർ, നിങ്ങൾ ശരിക്കും എന്താണ് ഈ ഫീൽഡിലേക്ക് വന്നതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്തിപ്പോൾ തോന്നുന്നു രണ്ടുപേരോടും? ഞാൻ എൻ്റെ 2 അമ്മാവന്മാരും ഡോക്ടേഴ്സാണ്. പറയുമ്പോൾ ഒരാൾ സർജനാണ്, ഒരാൾ പീഡിയാട്രീഷ്യനായിരുന്നു. എങ്കിൽ പോലും സംഹൗ എനിക്ക് ആദ്യം മുതലേ ഗൈനക്ക് ഓബ്സ്റ്ററ്റിക്സ് തന്നെയായിരുന്നു താല്പര്യം. പിന്നെ ഹൗസ് സർജൻസി ചെയ്യുമ്പോഴാണ് ശരിക്കും എനിക്ക് ഓബ്സ്റ്ററ്റിക്സിലൂടെ ഒരു താല്പര്യം വന്നത്.
അപ്പം ഈ പറഞ്ഞോട്ടൊരു മിറാക്കിളല്ലേ അത്, ഒരു കുഞ്ഞുണ്ടാകുക, അതൊരു സെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിചാരിക്കണം. ഒരു എഗ്ഗ് ഒരു സ്പേമും ഫ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു മനുഷ്യ കുഞ്ഞ്. അപ്പം അത് നമ്മൾ ഈ വേൾഡിലേക്ക് കൊണ്ടുവരിക, ആ ഒരു ബേർത്തിങ്, അതിൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക, മിറാക്കിളസ് ഇവൻ്റ് എന്ന് തന്നെ പറയാം. നമ്മളുടെ റോള് വളരെ കുറച്ചാണ്, പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരു ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഞാൻ പറയുകയാണെങ്കിൽ മെഡിസിൻ, നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിൽ വേറെ ഏതൊരു ബ്രാഞ്ചിനേക്കാളും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു ബ്രാഞ്ചാണ് ഈ ഓബ്സ്റ്ററ്റിക്സ്. അപ്പം ഡെഫിനറ്റ്ലി ഐ ആം ഹാപ്പി. ഉറപ്പായിട്ടും അത് അറിയാനുണ്ട് മുഖത്തിൻ്റെ ആ സന്തോഷം. ഈ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മദറിൻ്റെ 2 എൽഡർ സിസ്റ്റേഴ്സ്, അവർ രണ്ടുപേരും ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പം അതിൽ ഒരാൾ ഒരു അവരുടെ തുടക്കം എന്ന് പറയുന്നത് വീടുകളിൽ പോയി ഡെലിവറി എടുക്കുന്ന ആ സമയം തൊട്ടേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടറായിരുന്നു. അപ്പം കാസർഗോഡ് അവിടെയാണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഓരോ വീട്ടിലും ആ അമ്മ, അതായത് ആൻറ്റി എടുത്ത കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പം ഞാൻ കാണുന്ന എൻ്റെ ഒരു ഇൻസ്പിറേഷൻ, MBBS കഴിഞ്ഞ് ഞാൻ കേൾക്കുന്നതും, ഞാൻ എൻ്റെ ഒരു റൂറൽ പോസ്റ്റിംഗ് ചെയ്യുന്ന സ്ഥലത്ത് വന്ന ഒരു സ്ത്രീ പറഞ്ഞതാണ്, അമ്മയാണോ, ആ അമ്മയുടെ ഫാമിലിയിൽ നിന്നുള്ളതാണോ എന്നായിരുന്നു എൻ്റെ അടുത്ത് ചോദിച്ചത്. അത്രയും ഇൻസ്പയറിങ് ആയിരുന്നു. അതേപോലെ വേറെ ഒരു സിസ്റ്റർ എന്ന് പറയുന്നതും ഗൈനക്കോളജിസ്റ്റായിട്ട് വെല്ലൂർ, CMC വെല്ലൂർ, അതാണ് വൺ ഓഫ് ഇന്ത്യാസ് ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ അവിടെ ഏറ്റവും വലിയ പോസ്റ്റിൽ നിന്ന് വർക്ക് ചെയ്ത് അവർ രണ്ടുപേരും വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു എനിക്ക് ഗൈനക്കോളജി എടുക്കാനായിട്ട്. പിന്നെ ഉള്ളത് നമ്മൾ ആലോചിക്കുമ്പം ഒരു സ്ത്രീയുടെ ഏറ്റവും വൾനറബിൾ മൊമെൻ്റാണ് ഈ ഡെലിവറി എന്ന് പറയുന്നത്. കാരണം അവർ ഹെൽപ്ലെസ് ആണ്. ആ സമയത്ത് അവർ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ. ആ ഒരു വൾനറബിൾ മൊമെൻറ്റിൽ നമുക്ക് അവരുടെ കൂടെ ഉണ്ടാവാൻ പറ്റുന്നതും, നമുക്ക് അവരെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു പ്രിവിലേജാണ്. അപ്പോൾ ആ പ്രിവിലേജ് പലപ്പോഴും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ചില സമയത്ത് നമ്മുടെ ഫാമിലി ലൈഫ് ചിലപ്പോൾ സഫർ ചെയ്യും, നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ സമയം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ വർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതുപോലെ വേറെ ഒരു ഫീൽഡിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം നമ്മളോട് ഇത്രയധികം സംശയങ്ങൾക്കൊക്കെ മറുപടി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.